ബിസിനസ്സിനെ വ്യത്യസ്തമായ ഏരിയയിലേക്ക് മാറ്റുന്നു. അത് നിങ്ങൾ എങ്ങനെ വെച്ചാൽ ചെയ്തോ, അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ വെച്ചാൽ ചെയ്തോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ അരി വ്യാപാരം എന്ന് പറഞ്ഞു. ബസുമതി റൈസിനെ ഗുജറാത്തിൽ നിന്ന് ലോകത്തിന്റെ ഏകദേശം 56 രാജ്യത്തേക്ക് കയറ്റുന്ന ഒരു മലയാളി വ്യാപാരി എനിക്കറിയാം. ഗുജറാത്താണ് അതിന്റെ പറഞ്ഞു അല്ലേ? ഗുജറാത്തിലാണ് ബസുമതി റൈസിന്റെ ഏരിയ, അറിയാലോ. അവിടെ നിന്ന് 56 രാജ്യത്തേക്ക് അരി കയറ്റുന്ന ഒരാളെ എനിക്കറിയാം, ഒരു മലയാളി. അതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. മൂപ്പര് എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ആക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അത്ര ഡെവലപ്പ് ആക്കാൻ നമുക്ക് കഴിയില്ല, എന്നാലും വെറുതെ അദ്ദേഹം ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ ആയുർവേദം എന്ന് പറയുന്ന സാധനത്തിനെ മിഡിൽ ഈസ്റ്റിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന വ്യത്യസ്ത വിലയായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നതിന് വേറെ വിലയായിരിക്കും, ഇവിടെ ഉണ്ടാക്കുന്നത് വേറെ വിലയായിരിക്കും. അതിന്റെ സ്ട്രാറ്റജി നമ്മൾ പഠിച്ചിട്ട് വേറെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വ്യത്യസ്ത വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ അതിനതിമനോഹരമായി കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റിയും അതിനെ ഉയർത്താനുള്ള കപ്പാസിറ്റിയും നമുക്ക് വേണം. എല്ലാം മലയാളികൾക്ക് മനസ്സിലാകില്ല, എല്ലാം മലയാളികൾ അറ്റൻഡ് ചെയ്യില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗുജറാത്തികളെ കണ്ടു പഠിക്കണമെന്ന്. ഗുജറാത്തികൾ എന്ന് പറഞ്ഞ നിങ്ങൾ അറിയോ, ഗോൾഡ് സൂക്കിൽ പോയാൽ, ദുബായ് ഗോൾഡ് സൂക്കിൽ പോയാൽ അവിടുത്തെ കംപ്ലീറ്റ് ഡയമണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗുജറാത്തീസ്. എന്താ മലയാളികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആ ധൈര്യമില്ല നമുക്ക്. ട്രേഡിംഗ് നടത്തിയിട്ട് പൊട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ഗോൾഡിലും എല്ലാറ്റിലൊക്കെ ട്രേഡിംഗ് കാണും. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ ഗ്രീഡിനെസിന്റെ അല്ലെങ്കിൽ ഫിയർനെസിന്റെ ഇടയ്ക്ക് വരുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? മോഡേൺ വ്യാപാരം പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. എന്താണ് ഇപ്പൊ ഒരു ട്രേഡിംഗ് നടത്തി അതിന്റെ ഗ്രാഫ് കയറി മേലേക്ക് കയറുമ്പോൾ ആർത്തി വന്ന് പിന്നെ ഹോൾഡ് ചെയ്തിട്ട് പൈസ ഒന്നാകെ പോകും. അല്ലെങ്കിൽ പിന്നീട് താഴോട്ട് വരുമ്പോ പേടിച്ച് അതൊക്കെ വിറ്റൊഴിവാക്കിയാണ് പിന്നെയും എന്താക്കും, നഷ്ടത്തിലേക്ക് വരും. ഇൻ ബിറ്റ്വീൻ അതിന്റെ ഇടയിൽ ട്രേഡിംഗ് കിടക്കുന്നു. അതേ സാധനത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതിമനോഹരമായി 0% നഷ്ടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് നമ്മുടെ ഈ നാട്ടിലെ ചാനലിൽ പറയുന്ന ആൾക്കാരല്ല. അത് ചെയ്യുന്നത് IIT നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള ഹൈലി ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ലോകത്തിൽ അതിസമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ 20 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ്. 20 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ്. കാരണം അവരെ ബിസിനസിന്റെ ട്രെൻഡ് മാറ്റി. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നത് പോലെ ഇവിടെ പഴയ കാലത്ത് ഞങ്ങൾ കോഴിക്കോട്ടേക്കൊക്കെ ഞാനും എൻ്റെ പെങ്ങളും കൂടി കയറിയിട്ട് ഇപ്പൻ്റെ വണ്ടിയിൽ വരുമ്പോൾ ഞങ്ങൾ എണ്ണിയിരുന്നത് ഒന്ന് കാറും ഒന്ന് ജീപ്പുമാണ്. അന്നത്തെ കാർ ഏതാണെന്നറിയോ? ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ കാറ് ഇവിടുത്തെ അംബാസഡർ ആയിരുന്നു. ദ കിങ് ഓഫ് റോഡ് അല്ലേ? റോഡ് കിങ് എന്നാണ് അതിനെ പറയാ. എന്ന് വെച്ചാൽ റോഡിലെ കിങ് ആയിരുന്നു സത്യത്തിൽ അംബാസഡർ എന്ന് പറയുന്ന സാധനം ഇപ്പൊ കാണാനേ ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ കണ്ടെങ്കിലായി പഴയ സാധനം, പുതിയത് കാണാനില്ല. കാരണം എന്തുകൊണ്ടാ? കാലത്തിനനുസരിച്ച മാറ്റം അംബാസഡർ മാറാത്തത് കൊണ്ട്. കാലത്തിനനുസരിച്ച് അംബാസഡർ മാറിയില്ല. നല്ല കാറായിരുന്നു, നല്ല പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന പല കാറിനേക്കാളൊക്കെ ഇടിച്ചാലും ഒന്നും പറ്റാത്ത സാധനമായിരുന്നു. പക്ഷെ കാലഘട്ടം തിരുത്തിയില്ല. കാലഘട്ടത്തിൽ അവരെ തിരുത്തിയില്ല. നോക്കിയ ഫോണായിരുന്നു ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഫോൺ. നോക്കിയ ഫോണായിരുന്നു ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡ്. നോക്കിയ ആയിരുന്നു. ആ സമയത്ത് സാംസങ്ങോ ആപ്പിളൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല. ആ ഒരു അവസ്ഥയിൽ നോക്കിയ നിന്നിരുന്നു. പക്ഷെ നോക്കിയ മാറാത്തത് കൊണ്ട്, നോക്കിയ എന്നും അതേപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് നോക്കിയ ഔട്ടായി. കാരണം കാലത്തിനനുസരിച്ച് മാറിയില്ല. അപ്പൊ വ്യാപാരി വ്യവസായികൾ, ഫോർ എക്സാമ്പിൾ, ഇതിലൊരു പക്ഷേ സാധാരണ രീതിയിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ കൊച്ചാക്കണ്ട. ബാർബർ ഷോപ്പ് നടത്തുന്ന ആളുകൾ ന്യൂ ട്രെൻഡ് അനുസരിച്ച് പോയില്ല എങ്കിൽ ചിലപ്പോൾ അതുപോലും താഴോട്ട് പോകും. അപ്പോ ബാർബർ ഷോപ്പ് പോലും നല്ല രീതിയിൽ നടപ്പിലാക്കുക. അതെങ്ങനെയാണ്? ഇപ്പൊ ബാർബർ അല്ലാത്ത ആളാണ് ബാർബർ ഷോപ്പിന്റെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നടത്തുന്നത്. നല്ല ഒരു പാട്ടുകാരനും യേശുദാസിന്റെ മകനുമാണ് അടുത്ത ബാർബർ ഷോപ്പിന്റെ വലിയ ട്രെൻഡി ഷോപ്പുകൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പൊ ബാർബർ ഷോപ്പിനെ വീട്ടിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഒരിക്കലും ആരതിനെ പറ്റി ആലോചിക്കൂല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാർബർ ഷോപ്പിൽ പോയിട്ട് കുറെ നേരം ഇരിക്കൽ വലിയൊരു പണി തന്നെയാണ്, ആണോ അല്ലേ? അതോടൊപ്പം ഏറ്റവും നല്ല പൈസക്കാരായ ആൾക്കാർ അവരുടെ വീട്ടിൽ എന്തിനെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ റൂമും ഒരുക്കിയ കൂട്ടത്തിൽ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മലയാളികളുടെ വലിയ വലിയ സമ്പത്തുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ അവർക്ക് ബ്യൂട്ടി ആകാൻ വേണ്ടിയിട്ടുള്ള റൂമനുണ്ട്. അപ്പൊ ബ്യൂട്ടീഷ്യൻസ് ഇങ്ങോട്ട് വരും. ഇത് രണ്ടും അല്ലാതെ അടിപൊളിയായിട്ട് ബാർബർ ഷോപ്പിനേക്കാൾ അതിമനോഹരമായിട്ടൊരു വാഹനത്തിൽ
ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളേതും കണ്ടീഷൻ ചെയ്തിട്ട് പോരാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെൻഡി വെഹിക്കിൾസ് വരുന്നു. ആ ഒരു വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് കോൾ ചെയ്തിട്ട് ഇതിനെ വരുത്തും. ബാർബർ ഷോപ്പ് പോലും ഔട്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ ഇങ്ങനെ ബിസിനസിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ ലേറ്റസ്റ്റ് ട്രെൻഡിലേക്ക് എങ്ങനെ മാറ്റാമെന്നൊരു R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ ഉള്ളിലോ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വ്യാപാരികളോ മൊത്തത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. എന്റെ അഭിപ്രായമായിട്ട് മാത്രം പറയാം. എല്ലാ ബിസിനസ്സിലും ഈ ട്രെൻഡ് വരാൻ വേണ്ടിയിട്ട് പോവാൻ ഞാൻ പറയുന്നു. നമ്മൾ ഇന്നാള് ഒരു വലിയൊരു പിന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. ഞാൻ അവിടെ പറഞ്ഞു, അതിന്റെ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, കാരണം അവർ കുറച്ച് പ്രൊഫഷണലി അല്ലാതെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ് നെഗറ്റീവ് ഞാൻ പറയാം. പോസിറ്റീവ് പറയുമ്പോൾ ബ്രാൻഡ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അത് നമ്മൾ അവരോട് പറഞ്ഞു, കാരണം ഇനി എല്ലാ ഷോപ്പുകളും ഒരു പക്ഷെ അടച്ചുപൂട്ടാൻ പോവാൻ, അതൊക്കെ സ്റ്റോറേജുകളായിട്ട് പാടും. കാരണം ആളുകൾ ഇന്ന് 80% ആളുകളും വീട്ടിലിരുന്നിട്ട് പർച്ചേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആണോ അല്ലേ? ഈ സ്ത്രീകളോട് ചോദിക്കാട്ടെ, മീഷോ നമുക്കറിയില്ല, പക്ഷെ മീഷോ അവർക്കറിയാം. മനസ്സിലായോ? മീഷോയിലൂടെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതിനേക്കാൾ വില കുറവാണെന്ന് അവർക്കറിയാം. അപ്പൊ മീഷോ എന്ന് പറയുന്നതിലേക്ക് നമ്മളെ ഡ്രസ്സിന് എങ്ങനെ കയറ്റുമെന്ന ചിന്തയാണ് ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടത്. എല്ലാം വില കുറച്ച്, കാരണം സ്റ്റാഫിന് ആവശ്യമില്ല, റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷോപ്പിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ സെയിൽ, ഡിജിറ്റൽ ആയിട്ടുള്ള കളക്ഷൻ തന്നെയല്ല, ഒരു പൈസ പോലും കടവും പോകില്ല. ഈ ഓൺലൈൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഒരു നയാ പൈസ പോലും കടവും പോകില്ല. അപ്പൊ സാമ്പത്തികപരമായിട്ടും വിജയിക്കാം, ട്രെൻഡുകൾ അനുസരിച്ച് കൊണ്ടുപോകാം, എല്ലാം മാറ്റിക്കൊണ്ടിരിക്കാം. നമുക്ക് ഏതൊക്കെ മേഖലകളുണ്ടോ അതിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകൽ അനിവാര്യമാണ്. അപ്പൊ ഒന്ന്, ബിസിനസ്സിനെ പ്രൊഫഷണലൈസ് ചെയ്യുക. നമ്മുടെ ബിസിനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ മാർക്കറ്റിംഗ്, HR, ബിസിനസ്, അതിന്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഫിനാൻസ് എന്ന് പറയുന്ന ഭാഗം എടുത്താൽ തന്നെ കുടുംബത്തിലേക്ക് വരികയാണ് പെട്ടോ, ഇതും കൂടി കഴിഞ്ഞിട്ട് വരാം. ഫിനാൻസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ഇൻകം എത്രയാണ്, നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയാണ്? അതുകൊണ്ട് തികയുന്നില്ല എങ്കിൽ മൾട്ടി ഇൻകം ബേസ്ഡ് സിസ്റ്റം ഏതാണ്? അപ്പൊ അവിടുന്നും ഇവിടുന്നും ഇൻകം വരാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യണമെങ്കിലുള്ള ലേറ്റസ്റ്റ് ബിസിനസിന്റെ പെഡഗോഗി എന്താണ്? അങ്ങനെ വരുമ്പോൾ അത് ആരാണ് ഡീൽ ചെയ്യുക? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന മകനെ ഒരു വകുപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ സാധനം ചെയ്യും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ മക്കൾ ചെയ്യും. കാരണം മക്കൾക്ക് അത് കൊടുക്കണമെന്ന് മാത്രം. അവനൊരു നിശ്ചയ സാലറി വെച്ചാൽ മതി. അവൻ അറിയാം ഇതിന്റെ ട്രെൻഡ് എന്താണ്. അവൻ കാര്യങ്ങൾ പറയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫോർ എക്സാമ്പിൾ, AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുക, ഓരോന്നും എഡ്ജ് ഉണ്ടാക്കുക. AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സാധനത്തിന് മാറ്റിമറിക്കുക. അപ്പൊ ഞാനിട്ട ഈ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഈ ഒരു കോട്ട്, ഇതിനെ ഓരോ സെക്കൻഡിലും ഇതിന്റെ കളറുകൾ ചേഞ്ച് ചെയ്യാം എനിക്ക്. ഏതില്? AI-ലേക്ക് കടന്നാൽ എന്റെ ഈ കോട്ടിനെ മാറ്റിയിട്ട് സാധാരണ കോട്ടാക്കിയിട്ട് മാറ്റാം. ഓരോ മിനിറ്റിലും ഒരു ട്രെയിനിങ്ങിൽ തന്നെ എന്താക്കാം, 1000കണക്കിന് ഡ്രസ്സുകളാക്കിയിട്ട് മാറ്റാം. അപ്പൊ ഇത് കുട്ടികൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ അവരാ പാട്ട് എന്താക്കും, പൂർത്തിയാക്കും. നമ്മളെന്താ വിചാരിച്ചത്, അവന് PG കഴിയട്ടെ എന്നിട്ടൊക്കെ രംഗത്തിറക്കാന്നുള്ളതാണ്. ബിസിനസ്സിൽ നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുപോകണം. അവർക്ക് എത്ര പ്രായമായി എന്ന് നമ്മൾ നോക്കരുത്, അവരതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ നമുക്ക് ഫ്രണ്ട്സായി അവരെ കൂടെ കിട്ടും. അങ്ങനെ കൂടെ കിട്ടുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ ഉണ്ടാക്കണം. ഇവിടെയുള്ള ഭാര്യമാരോട് നമ്മൾ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമുക്കുണ്ടാകേണ്ടത് ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ ബിസിനസ്സുകാരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്, ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ആണ്. ആ ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വന്ന വരവെത്ര, ചെലവാകുന്ന ചെലവെത്ര, ഇതല്ല ബഡ്ജറ്റ് പലർക്കും അറിയാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു. നമുക്ക് വരുന്ന വരവ് മാസത്തിൽ എത്രയാണ്, അതിനെ ഇയർലി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് റിയൽ ബഡ്ജറ്റ് ആകുന്നത്. ഉദാഹരണത്തിന് കച്ചവടം ചില സീസണിൽ നന്നായിട്ട് നടക്കും, ചില സീസണിൽ നമുക്ക് കുറവായിരിക്കും. ഇപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഓരോ മാസത്തിലും കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും അത്. പക്ഷേ ടോട്ടലി ഒരു വർഷം എടുക്കുമ്പോൾ എന്തായാലും 10-15% വരെ എന്തായിരിക്കും, അതെന്താ പറയാത്ത, എന്തായിരിക്കും, ലാഭമായിരിക്കും. ചില മാസത്തിൽ കുറയും, ചില മാസത്തിൽ കൂടും കുറയും ഒക്കെ ചെയ്യും. പക്ഷെ ടോട്ടലി ഗോൾഡിന്റെ മാർക്കറ്റിംഗ് എടുക്കുമ്പോൾ
അത് എന്താകും? ഏറ്റവും ചുരുങ്ങിയത് 10 to 15% വരെ കൂടും. കഴിഞ്ഞ വർഷത്തിൽ ആകെ ഉണ്ടായിരുന്ന 50,000-ഓളം വരുന്ന പൈസയെ ഇപ്പൊ 25,000 രൂപ ഒരൊറ്റ വർഷം കൊണ്ടാണ് കൂടിയത്. അത് 2030 ആകുന്നതോടുകൂടി 1.25 ലക്ഷം ക്രോസ് ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു. അതുകൊണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഇവിടെ കുറെ ഗോൾഡിന്റെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള എത്ര ആളുകളുടെ ആഭരണം ആ ജ്വല്ലറിയിൽ ഉണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? വിശ്വസ്തമായ സ്ഥലത്ത് കൊടുക്കാൽ. എനിക്ക് ജ്വല്ലറി ഒന്നും ഇല്ല, നമ്മളെടുത്ത് തരുമൊന്നും വേണ്ട. ഇതെന്താ അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ 50 പവനും 100 പവനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാങ്ക് കൊണ്ടുവച്ചാൽ പൈസ അങ്ങോട്ട് കൊടുക്കണം. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇതൊന്ന് ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയിട്ടാൽ മാസത്തിൽ കിട്ടുന്നു? ആ സാധനം എപ്പം നമുക്ക് ഗോൾഡ് ആക്കണമെന്ന് തോന്നിയോ അതൊക്കെ നമുക്ക് ഗോൾഡ് ആക്കാമെന്നും. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള 100 പവന് അല്ലെങ്കിൽ 50 പവൻ കൂട്ടിക്കോ. 50 പവന് ഇപ്പൊ ഏകദേശം എത്രയാ പൈസ? ഏകദേശം 40 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. ഈ 40 ലക്ഷം രൂപ ഇട്ടാൽ മാസത്തിൽ 40,000 ഉറുപ്പെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് കിട്ടും. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അത് വെറുതെ ഇങ്ങനെ അലമാറയിൽ ഇരിക്കുക. അത് ബാങ്ക് കൊണ്ടിട്ട പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ സെക്യൂർഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. ആ സാധനം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ജ്വല്ലറി ഉള്ളത് ആരെങ്കിലും ജ്വല്ലറിക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഇപ്പൊ ചുരുങ്ങിയത് 75,000 രൂപ ഉണ്ടെങ്കിൽ ഒരു പാവം വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് പർച്ചേസ് മെന്റാലിറ്റി ഉണ്ടാക്കിയിട്ട് 100 രൂപ കൊണ്ടും പർച്ചേസ് വാങ്ങിക്കാം, ഗോൾഡ് വാങ്ങിക്കാം എന്ന മെത്തഡോളജിയിലേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടോ? 100 രൂപ കൊണ്ട് സ്വർണം വാങ്ങിക്കാൻ പറ്റില്ല എന്നല്ല നമ്മുടെ ധാരണ. ഈ 100 രൂപ കുറിയിലിടുന്ന പോലെ ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം അതൊരു കുറച്ച് സമയം കഴിഞ്ഞാൽ അവർക്ക് 1 പവനായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു മെത്തഡോളജി ജ്വല്ലറിക്കാരെ തുടങ്ങിയാൽ എത്രമാത്രം അവർക്ക് കച്ചവടം കൂടുന്നറിയോ? കാരണം അവർക്ക് ആകെ 100 ഉറുപ്പിക മതി. ഇതൊന്നും ഫ്രീ ആയിട്ട് ആരും ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല കേട്ടോ. ഞാനൊരു പൊട്ടനായതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ മെത്തേഡിലേക്ക് കടക്കണം, വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് കടക്കണം, വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് നമ്മൾ കടക്കണം. അങ്ങനെ കടക്കുമ്പോൾ നമ്മൾ വ്യാപാരി വ്യവസായികൾ, ഞാൻ എന്തുകൊണ്ടാണ് വ്യാപാരി വ്യവസായികളോട് ഇത്ര പറഞ്ഞെന്നറിയോ? എവിടെ എന്തൊക്കെ പ്രയാസം വന്നാലും സാമ്പത്തികപരമായി ഓടിയെത്തുന്നതും ഇവിടെ പൊളിറ്റീഷ്യൻസ് കാത്തിരിക്കുന്നതും ഒരേ ഒരു സംഘടനയാണ്. ആ സംഘടന പേരാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രളയമുണ്ടായാൽ, ഒരു ദുരന്ത ഭൂമിക ഉണ്ടായാൽ ആദ്യം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്റെ വക 1 കോടി എന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ചില ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നത്. നിങ്ങളാണ് ആദ്യം ഓടിയെത്തുന്നത്. അതേത് ചൂരൽമലയായാലും ശരി, അതേത് പ്രദേശമായാലും ശരി, വ്യാപാരി വ്യവസായികൾ ഉണ്ടല്ലോ എന്ന സമാധാനത്തിലാണ് പലരും ഇരിക്കുന്നത്. ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്, ജനങ്ങളെ സഹായിക്കണമെന്ന മോഹം നിങ്ങൾക്കുണ്ട്. ആ മോഹമുള്ളിടത്തോളം കാലം നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കുമെന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ വ്യാപാരികളും വ്യവസായികളും ഒരുപാട് പ്രതലങ്ങളിലേക്ക് ഉയർന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴോ തുടങ്ങിയ ബിസിനസ്സിലോ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഫീസിബിലിറ്റിയും വയബിലിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും സസ്റ്റൈനബിലിറ്റിയുമാണ്. അതിൽ ഒന്നിനെ മാത്രം ഞാൻ പറയാം. സസ്റ്റൈനബിലിറ്റി എന്താ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ? സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലത്തേക്ക് ബിസിനസ് നിൽക്കുമെന്നൊരു ധാരണ തുടങ്ങുമ്പോൾ തന്നെ നമുക്കുണ്ടാവുക എന്നത്. ഇന്ന് വ്യാപാരി വ്യവസായികൾ തുടങ്ങുന്നു പൂട്ടുന്നു. ആ അവസ്ഥ സസ്റ്റൈനബിലിറ്റി പഠിക്കാത്തത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ നിങ്ങളുടെ പൂനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ ഇവിടെ എത്ര ഇത്തരത്തിലുള്ള ഷോപ്പുകളുണ്ട്, ഇവിടെ വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ്, എങ്ങനത്തെ ആൾക്കാർ അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത്, അവിടെ പർച്ചേസ് മെന്റാലിറ്റി എന്താണ്, ക്യാഷ് ഫ്ലോ എത്രയാണ് ഇവിടെ വരുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കലാണ് ഫീസിബിലിറ്റി. വയബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള സാമ്പത്തികം എന്റെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആരായിരിക്കണം, ആരത്തിൽ നിന്നൊക്കെ ഷെയർ ക്ഷണിക്കണം, അതിന്റെ മെത്തഡോളജി എന്താണ്, അവരെ ഡയറക്ടർ ആക്കണോ പാർട്ട്ണർ ആക്കണോ അതോ എന്താക്കണോ ജസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് നിർത്തണോ, ഇതൊക്കെ ചിന്തിക്കലാണ് വയബിലിറ്റി. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റബിലിറ്റി, അഥവാ നമ്മൾ ഇടുന്ന പൈസ, എന്റെ പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായികളെ, നമ്മളിടുന്ന പൈസ 5 വർഷം കൊണ്ടെങ്കിലും തിരിച്ചു വരാത്തത് നല്ല ബിസിനസ് അല്ല. 1 കോടി വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തുവെങ്കിൽ അത് 5 വർഷം കൊണ്ട് നമ്മളെ കയ്യിലേക്ക് തിരിച്ചു വരാത്തതൊന്നും എന്തല്ല, നല്ല ബിസിനസ് അല്ല. അതാണ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു വരണം. ആദ്യം വരേണ്ട ഇൻവെസ്റ്റ്മെന്റാ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മളൊരു ബിൽഡിംഗ് വാങ്ങും, ആ ബിൽഡിംഗ് ഏകദേശം 20 കൊല്ലമായിട്ടുണ്ടാവും ആദ്യം തന്നെ കച്ചവടം ആക്കിയിട്ട്.
പണി കഴിഞ്ഞിട്ട്. പിന്നെ അതിനുള്ളതാകെ 30 കൊല്ലത്തെ ഡ്യൂറേഷൻ ആയിരിക്കും. 50 കൊല്ലത്തേക്കല്ല സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാക്കുക. 30 കൊല്ലത്തേക്കുള്ള ബിൽഡിംഗ് നമ്മൾ 10 കോടി റുപ്യ കൊടുത്ത് വാങ്ങും. എന്നിട്ട് അതിലെ വാടക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപക്ക് വാങ്ങിയ ബിൽഡിംഗ് അത് 40 ലക്ഷം ആകണമെങ്കിൽ 10 മാസം കഴിയണം. 48 ലക്ഷം ആകണമെങ്കിൽ അത്. അപ്പൊ ചുരുങ്ങിയത് 20 വർഷം കഴിഞ്ഞാലാണ് എന്താവുക? ഇതിന്റെ ROI തിരിച്ചു വരുന്നത്. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു? തിരിഞ്ഞോ? ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു വരുന്നത് 20 വർഷം കഴിഞ്ഞിട്ടാണ്. 20 വർഷം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറ്റാ നല്ല പൈസ ഇട്ടൂലേ? ഇനി നിങ്ങൾ നോക്കിക്കോ, റിയൽ എസ്റ്റേറ്റിൽ കുറെ പെഡഗോഗി വരാൻ പോവാണ്. എത്ര വർഷത്തേക്കാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടായത്? ഇപ്പൊ എത്ര വർഷമായി? ഇനി എത്ര ഡ്യൂറബിലിറ്റി ഉണ്ട്? ഇത് നോക്കാതെ ഇനി അത്യാവശ്യം കവായതുള്ള ബിൽഡിംഗ് വാങ്ങൂല. നിങ്ങൾ വിചാരിക്കും ഈ റിയൽ എസ്റ്റേറ്റിൽ മൂപ്പര് ഇടപെട്ടുകൊണ്ടൊക്കെ കോളാക്കുകയാണോ? ഇത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ കച്ചവടം ഇപ്പൊ നമ്മളെടുത്തോ അല്ലെങ്കിൽ വക്കീലിന്റെ അടുത്തോ ആരെടുത്ത് പോവുകയാണെങ്കിൽ നമ്മളിത് പറഞ്ഞു കൊടുക്കും. എത്ര കൊല്ലായി കയറ്റിയിട്ട് നോക്ക്, ഇപ്പൊ എത്ര കൊല്ലായി നോക്ക്, ഇനി എത്ര കൊല്ലത്തേക്കാണ് ROI തിരിച്ച് കിട്ടാന്ന് നോക്ക്, ബാക്കി എത്ര ഉണ്ടാവും നോക്ക്. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞത് മുഴുവൻ പൊളിക്കണം, എന്നിട്ട് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ചെലവിനെ പറ്റി ആലോചിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതിനെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം, അസറ്റിലേക്ക് എത്ര അക്യുമുലേറ്റ് ചെയ്യണം, ആ അസറ്റിൽ പെട്ടതാണ്, ആ ഒരു വല്ലാത്ത നമ്മുടെ അസറ്റിൽ പെട്ടതാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം. നമ്മുടെ ഷോപ്പ് കണ്ടിട്ട്, നമ്മുടെ ബിസിനസ് കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ മക്കളിൽ ഒരാളും +2 നിർത്തിയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ കയറ്റരുത്. കോഴിക്കോട്ടുകാരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് പറയാണ്, കോഴിക്കോട്ടിലെ ഏതൊരു പയ്യനോട് ചോദിച്ചാലും പറയും ഇപ്പാന്റെ ഷോപ്പിലാന്ന് പറയും. ഒട്ടുമിക്ക ആൾക്കാരും അതാ പറയാം. പക്ഷേ അതിന് നമ്മൾ നിൽക്കരുത്. കാരണം എന്താണെന്നറിയാം, ഞാൻ ഈ കുട്ടികളോട് പറയാം, വിവാദം ഉണ്ടാക്കിയെന്ന് പറയരുത്. എടാ, ഭാവിയിൽ നിങ്ങൾ വാപ്പ ഒരു ബെൻസ് വാങ്ങിയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വാപ്പാന്റെ ബെൻസായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സമ്മതത്തിന് വേണ്ടിയിട്ട് തല ചൊറിഞ്ഞ് നിൽക്കേണ്ടി വരും. എന്നിട്ട് അഥവാ ബെൻസായിട്ട് പെണ്ണുങ്ങളായിട്ട് പോയാൽ 4 മണിക്ക് വരാൻ തന്നെ 6 മണി ആയാൽ വാപ്പ പുളിച്ച ചീത്തറയും. അപ്പോഴൊക്കെ പെണ്ണ് നമ്മളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് വാപ്പയുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ബെൻഡിയും വാങ്ങിച്ച് നടക്കുന്നതിന്റെ പേരല്ല ആണത്തം. പകരം നമ്മളായി ഉണ്ടാക്കി ബെൻഡി വാങ്ങിക്കുമ്പോഴാണ് അതിന് ആണത്തം എന്ന് പറയുക. അതുകൊണ്ട് ഈ ബിസിനസ്സുകാരുടെ മക്കൾ മുഴുവൻ ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, അത് നമ്മൾ ഗുജറാത്തികളെ കണ്ട് പഠിക്കണം. നിങ്ങൾ എന്നെങ്ങനെ വിവാദ പുരുഷൻ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ വീണ്ടും ഗുജറാത്തിലേക്ക് പറയാം. കാരണം അവിടെ പെഡഗോഗി അത് തന്നെയാണ്. അതുകൊണ്ട് അഹമ്മദാബാദ് കൊണ്ടുപോയിട്ട് ഏറ്റവും ടോപ്പ് IIM ഇട്ടത്. അവരുടെ പരിപാടി എന്താന്ന് വെച്ചാൽ, മക്കൾക്ക് 5 കോടി രൂപ കടം കൊടുക്കും, അത് തിരിച്ചു കിട്ടാനുള്ള വർഷം എഗ്രിമെന്റ് ആയിട്ട് എഴുതും, ലോണ് പോലെ കൊടുക്കും വിത്തൗട്ട് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? ആ പറഞ്ഞ വർഷം ഉണ്ടാകുമ്പോഴേക്ക് വാപ്പാക്ക് മൊത്തത്തിൽ തിരിച്ചാണ്ട് അടക്കണം. എന്നിട്ട് മോൻ എന്താക്കാം? ബിസിനസ് സ്വന്തമാക്കാം. അല്ലാതെ മോന് വേണ്ടി ബിസിനസ് ഇട്ടുകൊടുക്കുന്ന ഒരു പരിപാടി അവിടെ ഇല്ല. പറഞ്ഞ മനസ്സിലാവുണ്ടോ? പറഞ്ഞ മനസ്സിലാവും. ഇത് നമ്മളെന്താ ചെയ്യുക? എല്ലാം മക്കൾക്കാണ്ട് കൊടുക്കും, എന്നിട്ട് വാപ്പ ഇങ്ങനെ കാത്തിരിക്കും. അപ്പോഴത്തേനും ആ ബിസിനസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെയിൻ ഇല്ലാത്ത ബിസിനസ്, വല്ലാത്തൊരു ബിസിനസ്. അവന്റെ അതിന് വേദന ഉണ്ടായിട്ടുണ്ടാവില്ല, അവൻ അതിന്റെ ഒരു വേദന ഉണ്ടായിട്ടുണ്ടാവില്ല. പണ്ട് ഷെയ്ഖ് മുഹമ്മദിന്റെ ഒരു നല്ല രസകരമായ പ്രഖ്യാപനം ഉണ്ടായി. വേറെ ഒന്നോ എടുത്തതായിരിക്കാം ചിലപ്പോ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ നടക്കുന്ന ഇതിലാണെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികളൊക്കെ എന്തിലായിരിക്കും? നിങ്ങളുടെ പേരക്കുട്ടികളൊക്കെ, നിങ്ങൾ ഇത്ര ഗഡ്സിലാണെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികളൊക്കെ എവിടെ എത്തുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മൈ ഗ്രാൻഡ് ഫാദർ, എന്റെ ഉപ്പാപ്പയുണ്ടല്ലോ, ഉപ്പാപ്പ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നാ പറഞ്ഞത്. അതായത് ഉപ്പാപ്പാന്റെ ഉപ്പ അന്ന് ഒരു ഒട്ടകപ്പുറത്തായിരുന്നു. അതിനുശേഷം വന്ന എന്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം അന്നത്തെ ഏറ്റവും ടോപ്പ് കാറിലായിരുന്നു. അതിനുശേഷം വന്ന ആള് അഥവാ ഞാന് അടക്കമുള്ള ആളുകൾ ബെൻലിയിലും റോൾസ് റോയ്സിലുമാണ്. എന്റെ മകൻ ചിലപ്പോൾ അതിലും വലിയ കാർ ഉപയോഗിക്കും, ഹെലികോപ്റ്ററും അതൊക്കെ ഉപയോഗിക്കും. അയാളുടെ മകൻ വീണ്ടും എങ്ങോട്ട് തന്നെ തിരിച്ചെത്തും? ഒട്ടകപ്പുറത്തേക്ക് തന്നെ തിരിച്ചെത്തും. അല്ലാതെ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞത് അവൻ അതിലും വലിയത് ഉപയോഗിക്കുന്നല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഒരു പെയിനുള്ള ഒരാള് അധ്വാനിച്ച് അയാൾ ജനറേഷന് വേണ്ടി ഉണ്ടാക്കും. ആ ജനറേഷൻ അതിൽ കയറിയിരിക്കും. ആ ജനറേഷൻ അതിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്താകും? സ്വസ്ഥനാകും. ആ സ്വസ്ഥത അവനെ ആലസ്യത്തിലേക്ക് കൊണ്ടുപോകും, അഥവാ ലേസിനെസ്സിലേക്ക് കൊണ്ടുപോകും, മടിയനാക്കി മാറ്റും. ആ മടി, ആലസ്യം കൊണ്ട് അവന്റെ ബിസിനസ് ഒക്കെ തകർന്ന് പഴയ ക്യാമലിലേക്ക് തന്നെ, ഹി വിൽ റിട്ടേൺ ടു ക്യാമൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹി വിൽ റിട്ടേൺ ടു ക്യാമൽ. അവൻ പിന്നെ ക്യാമലിലേക്ക് തന്നെ, ഒട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന. അതുകൊണ്ട് നമ്മുടെ മക്കളെ മടിയന്മാരായി വളർത്തിയാൽ
നമ്മുടെ ബിസിനസ്സും കച്ചവടം പൊളിഞ്ഞില്ലാതാകുന്നു മാത്രമല്ല പഴയതിൽ നിന്ന് തന്നെ അവൻ വീണ്ടും തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അടിപൊളി ബിസിനസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിക്കലാണ്. ഇത് കോഴിക്കോട് പൂണ്ണൂരാരാണ് ഇരിക്കുന്നത്. കോഴിക്കോട് IIMന്റെ ഉള്ളിൽ പോയി കണ്ടവരെന്ന് കൈപ്പൊക്കട്ടെ, വെറുതെ പൊക്കരുത് കേട്ടോ. കോഴിക്കോട് IIMന്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടവരൊന്ന് കൈപ്പൊക്കട്ടെ. ഞാൻ ചോദിക്കുന്ന അഹമ്മദാബാദിലെയും ബോംബെയിലെയും IIMനെ കുറിച്ചിട്ടല്ല. കോഴിക്കോട് IIM എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ആ IIMലേക്ക് അത് തെക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചു. അത് തിരുവനന്തപുരത്തുകാരും എറണാകുളത്തുകാരും ഒക്കെ IIMനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പറയല്ല, ഞാൻ അദ്ദേഹം സ്നേഹിക്കുന്നത് കൊണ്ട് പറഞ്ഞോട്ടെ. ET മുഹമ്മദ് ബഷീർ സാബാണ് അത് കോഴിക്കോട് തന്നെ വരണമെന്ന് വാശി പിടിച്ചതും അദ്ദേഹമാണ് അതിനെ കൊണ്ടുവന്നത്. ETയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ IIM നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളെ മക്കൾ എന്തായാലും കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ IIMൽ എത്തണമെങ്കിൽ CAT എന്ന് പറയുന്ന പരീക്ഷ എത്തണം. ഇനി നിങ്ങളൊന്ന് പോയി നോക്കുക. കോഴിക്കോട് IIMന്റെ ഉള്ളിൽ പോയാൽ ഞാൻ പറയുന്നു 10% പോലും മലയാളികളില്ല. ബാംഗ്ലൂരുകാർ, ഡൽഹിക്കാർ, കൽക്കട്ടക്കാർ, ബോംബെക്കാർ, ഏറ്റവും ടോപ്പ് ബിസിനസ്സുകാരുടെ മക്കളാണ് അവിടെ ഈ ടെസ്റ്റൊക്കെ വന്നിട്ട് പഠിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവർക്കറിയാം അവരുടെ ബിസിനസ്സിനെ ഇനിയും ടോപ്പിലേക്ക് കൊണ്ടുപോകാൻ നല്ല വിദ്യാഭ്യാസം ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന്. ഇപ്പൊ ഫാമിലി ക്ലാസ് നടക്കുമ്പോ ഫാമിലിയിൽ അങ്ങനെ സ്നേഹം ഉണ്ടാകണം, ഇങ്ങനെ ഇഷ്ടം ഉണ്ടാകണം എന്ന് പറയുന്നതിനും അപ്പുറം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ബിസിനസ് കണ്ടുകൊണ്ട് അവർ തുടങ്ങുന്നുവെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ടോപ്പ് റേഞ്ചിലെ ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ച്, പെഡഗോഗിയെ കുറിച്ച്, HR എന്താണ്, എങ്ങനെയാ അവർ HR സെലക്ട് ചെയ്യുക. അപ്പൊ HR എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സ്റ്റാഫുകളാണ്. ആ സ്റ്റാഫുകൾക്ക് എങ്ങനെയാണ് ക്രോണോളജിക്കലി അവർക്ക് ഓർഡർ നിശ്ചയിക്കുക, ആരായിരിക്കണം ഒരു GM, ആരായിരിക്കണം ഒരു CFO, ആരായിരിക്കണം ഒരു CEO, അയാളുടെ കപ്പാസിറ്റി എന്തൊക്കെ ആയിരിക്കണം, നമ്മുടെ ബിസിനസിനെ ടോപ്പിലേക്ക് എത്തിക്കുമ്പോൾ അതിലെ സ്റ്റാഫുകൾ ആരൊക്കെ ആയിരിക്കണം, നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മുടെ ബിസിനസിനെ കൊണ്ടുപോകട്ടെ. അപ്പൊ കുടുംബ സംഗമം നടക്കുമ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ മക്കളെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആക്കുക. അവരെ ബിസിനസ്സിലേക്ക് ഇറക്കാൻ പുറപ്പെട്ടാല് നിങ്ങൾക്കൊരു ധാരണയാകും, ബിസിനസ് ഇപ്പൊ അത്ര പഠിക്കാനൊന്നുമില്ലല്ലോ. നിങ്ങൾ ക്ഷമിക്കണം, സോറി ടു സേ, പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. ഏതെങ്കിലുമൊക്കെ മുതലാളിമാര് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ അവരുടേതായ ചാനലിൽ ഇരുന്നിട്ട് പറയും ബിസിനസ് ചെയ്യാൻ വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് തെറ്റായ ഒരു പ്രയോഗമാണ്. കാരണം സാധനം വാങ്ങാനും വിൽക്കാനും വലിയ ആവശ്യമൊന്നുമില്ല. അടുത്ത തലമുറയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ നമ്മുടെ കൂടെ വേണമെങ്കിൽ നമുക്കത് വേണം. ഉദാഹരണത്തിന് ഏറ്റവും ടഫസ്റ്റ് ഏരിയ IIM ആണ്. ഇവിടെ JEE എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളൊന്ന് കൈപൊക്കിയാട്ടെ. ബിസിനസ്സുകാരെ മക്കളൊന്നും അധികമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഏതെങ്കിലും കുട്ടികളുണ്ടോ നോക്കട്ടെ. JEE എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു മക്കൾ ഇവിടെ സ്റ്റുഡൻസിന്റെ എണ്ണം കുറവാ. നിങ്ങളാരും മക്കളെ കൊടുത്തിട്ടില്ലേ? പുതിയാപ്പളിയും പുതിയണ്ണും കൂടി കൊണ്ട് പോകുന്നതാ? ഇല്ല, മക്കൾ ഉണ്ടാവുമല്ലോ. ജോയിന്റ് എൻട്രൻസ് എക്സാം, ഇങ്ങനെ ഏറ്റവും ടോപ്പ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപ്പൊക്കിയ കണ്ടോ? ഇത്രയും ആൾക്കാർ, ഞാൻ അറിഞ്ഞത് ഇവിടെ എത്ര 1000 ചില ആൾക്കാരുണ്ടെന്ന്, 1200 മറ്റോ എന്നോട് പറഞ്ഞത്. 1200 ആളുകളിൽ നിന്ന് ഒരാള് പോലും JEE എഴുതാൻ വേണ്ടിയിട്ട് എന്താക്കിയിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല എന്നല്ല, ചിലപ്പോൾ പൊക്കാതിരിക്കണതാവാം. എന്താ JEE എഴുതിയുള്ള പ്രത്യേകത? ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ഇന്ന് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ എന്തൊക്കെയാണോ അതൊക്കെ പഠിക്കാനുള്ള ഈ ചിഹ്നമാണ് IIT. ആ IITയിലേക്കുള്ള സാധ്യതയുടെ പേരാണ്, അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റിന്റെ പേരാണ് സത്യത്തിൽ എന്ത്, ശ്രദ്ധിക്കണേ, അതിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ് JEE, ജോയിന്റ് എൻട്രൻസ് എക്സാം. ഞാനിത് പറയാൻ കാരണം, ഈ ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതി IITയിൽ നിന്ന് BTechഉം MTechഉം എടുത്തിട്ട് പിന്നെ കുട്ടികൾ പോകുന്ന ഇടത്തിന്റെ പേരാണ് ഇത് IIM. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ഒരാളെ പറയാം. ഇവിടുന്ന് എങ്ങനെയാണ് കയറി കഴിഞ്ഞാൽ വയനാട്ടുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട ID മുസ്തഫ, അതും അറിയില്ലേ? ID മുസ്തഫനെ അറിയില്ലേ? ID മുസ്തഫ NITയിൽ നിന്നാണ് എന്ത് ചെയ്തത്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്, നിങ്ങളുടെ ഈ NIT. അത് കഴിഞ്ഞിട്ട് പിന്നെ IIMൽ നിന്നാണ് എന്ത് ചെയ്തത്, PG ചെയ്തത്. അദ്ദേഹം ഉണ്ടാക്കുന്നതും വടയും ഇഡ്ഡലിയും തന്നെയാണ്. പക്ഷെ ആ വടക്കും ഇഡ്ഡലിക്കും വേറെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടില്ല, അപ്പോഴേക്കും 5000 കോടി ക്രോസ് ചെയ്തു. ദാറ്റ്സ് എഡ്യൂക്കേഷൻ, ദാറ്റ്സ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ. ഒരു മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിന്റെ പാരമ്യതയാണത്.
അദ്ദേഹം സാധാരണ ഒരു വടക്കച്ചവടവും സാധാരണ ഒരു ഇഡ്ഡലി കച്ചവടമാണ് ചെയ്തിരുന്നതെങ്കിൽ, വാപ്പ ചെയ്ത പോലെ അല്ലെങ്കിൽ വേറുള്ളവർ ചെയ്തതുപോലെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഹോട്ടലും കൊണ്ട് ഇരിക്കുന്നുണ്ടാവുമായിരുന്നു. ന്യൂജൻ ഫാമിലിയിലെ നമ്മുടെ കുട്ടികളെ ഹൈ ലെവലിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എന്താക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കണം. എന്നിട്ട് നമ്മൾ അവരെ ഫിക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ്സിന്. ഞാൻ മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എറണാകുളത്തുകാരനായ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകനെ എൻ്റെ അരികിലേക്ക് വിടുകയാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ. വീണ്ടും ആവർത്തിക്കുമെന്ന് നിങ്ങൾക്കൊന്നും തോന്നരുത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, എൻ്റെ മോനെ നല്ല ഉഷാറായി UK വിട്ട് പഠിപ്പിക്കാങ്ങളൊന്ന് പറയുന്ന. എനിക്ക് 500-ലേറെ വിദ്യാർത്ഥികൾ എനിക്ക് UK ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ ഉണ്ട്. അതിൽപ്പെട്ടൊരു കുട്ടിയാകട്ടെ എന്ന് വിചാരിച്ച് വാപ്പ എന്നെ സമീപിച്ചതാണ്. സമീപിച്ച് ഞാൻ അവനെങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈ പുറത്തുപോയിട്ടൊക്കെ MBA ഒക്കെ ചെയ്ത് വന്നാളെ, എല്ലായിടത്തും പോയി ചെയ്തതിനടുത്ത് കാര്യമൊന്നുമില്ല കേട്ടോ, നല്ല യൂണിവേഴ്സിറ്റിയിലായിരിക്കണം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ആ കുട്ടി അതേപോലെ തന്നെ ചെയ്തു. അപ്പൊ വാപ്പക്ക് എന്താ പണി എന്നറിയോ? ഫിഷ് മർച്ചന്റ്. എന്താ പരിപാടി? ഫിഷ് മർച്ചന്റ്. എന്താ ഫിഷ് മർച്ചന്റ് എന്ന് പറഞ്ഞാൽ? മത്സ്യ കച്ചവടം. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ഫിഷ് മർച്ചന്റ്. എറണാകുളത്ത് വരുന്ന പോർട്ടിൽ നിന്ന് മീനെടുക്കുന്നു, വേറെ സ്ഥലത്തേക്ക് കയറ്റി അയക്കുന്നു. ബസ് മീൻസ് തിരൂരിലേക്ക് അല്ലെങ്കിൽ കൊല്ലത്തേക്ക്, എറണാകുളത്തേക്ക്. ഇങ്ങനെയായിരുന്നു വാപ്പയുടെ പരിപാടി. ആ വാപ്പ ഇവൻ വർഷം കഴിഞ്ഞ് അവന്റെ MBA ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും ഇവൻ വീട്ടിൽ തന്നെ ഇരിക്കുക. MBA ഒക്കെ പോയിട്ട് ഒരു മാറ്റമില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ UK അവനെ പഠിക്കാൻ വേണ്ടി വിട്ടത്. അങ്ങനെ കുറെ പൈസ എനിക്ക് ചെലവായി. ഞാൻ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞെടുത്തേ. കുറെ പൈസ ഒക്കെ ചെലവായി. നമുക്ക് അതിന്റെ ഏജൻസി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ 1000 രൂപ പോലും ഇന്നേ വരെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന്, ഒരു യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. ഞാനത് ക്യാമറയിൽ കൂടിയാണ് പറയുന്നത്. എല്ലാ കുട്ടികളും ഇത് കേൾക്കുന്നുണ്ടാവും ഭാവിയിൽ. പക്ഷെ ഈ കുട്ടിയും പോയിട്ട് വന്നു. ശരി, ഞാൻ ആ പയ്യനോട് വരാൻ പറഞ്ഞു. ഒരു ദിവസം അവൻ വന്നു, കോട്ടക്കല് എൻ്റെ ഓഫീസിൽ വന്ന്. അന്ന് എനിക്ക് അവിടെ ഒരു ഓഫീസുണ്ട്. അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ചു. അവൻ പറഞ്ഞു, സാറേ നിങ്ങൾ എൻ്റെ ഉപ്പാനോട് ഒരു 6 മാസത്തേക്ക് ഒന്നും എന്നോട് മിണ്ടല്ലെന്ന് പറയുന്നു. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഒന്നും പറയല്ലെന്ന് പറഞ്ഞു. എന്താ നിന്റെ പ്ലാന്? അവന്റെ പ്ലാനൊക്കെ പറഞ്ഞു. വർക്കാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. 6 മാസം കഴിഞ്ഞിട്ട് അവൻ അതിലിടക്ക് അവൻ എന്ത് ചെയ്തു? നേരെ US പോയി, UK പോയി, വേറെ ഏതൊക്കെ രാജ്യത്തൊക്കെ പോയിട്ട് വന്ന് വീണ്ടും ഇപ്പൻ്റെ പൈസ പോയി. അവിടെയൊക്കെ പോയിട്ടുണ്ട്. വന്നിട്ട് അടിപൊളിയായിട്ട് എറണാകുളത്ത് ഒരു പരിപാടി കണ്ട് തുടങ്ങി, സീ ഫുഡ് എക്സ്പോർട്സ്. വാപ്പ ചെയ്യുന്ന പരിപാടി എന്താണ്? നിങ്ങൾ എന്താ പറയാത്തത്? വാപ്പ ചെയ്യുന്ന പരിപാടി എന്താണ്? മത്സ്യ കച്ചവടം. എവിടുന്ന്? എറണാകുളത്ത് നിന്ന് തിരൂരിക്ക്. ഇപ്പൊ മനസ്സിലായോ? ഇവൻ ഈ സീ ഫുഡ് എക്സ്പോർട്സ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? UK US എന്തൊക്കെ? ചെമ്മീനും ചൂണയും വിലപിടിപ്പുള്ള എല്ലാ മീനും US കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ ശതകോടീശ്വരനാണ്. പക്ഷേ വാപ്പയെപ്പോലെ ഒരിക്കൽ പോലും മീന് പോലും കാണുന്നില്ല. ദാറ്റ് ഈസ് പ്രൊഫഷണലിസം. ഒരു ബിസിനസ്സിനെ എങ്ങനെ മറ്റൊരു ബിസിനസ് ആക്കി ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ അറിഞ്ഞോ? കൊറോണ വന്ന സമയത്തൊന്ന് സെർച്ച് ചെയ്തു. കൊറോണ വന്ന സമയത്ത് ആ വന്ന ഉടനെ തന്നെ എല്ലാവരും മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങി. കോഴിക്കോട്ടുകാരിയായ ഒരു പെൺകുട്ടിയുടെ മാസ്കാണ് ഷാറൂഖ് ഖാൻ അടക്കം ധരിച്ചത്. നമുക്ക് ഓർമ്മയുണ്ടാവുമെന്ന്. കോഴിക്കോട്ടുകാരിയായ ഒരു പെൺകുട്ടി. അപ്പൊ അത് മാർക്കറ്റിങ്ങിന്റെ വേറൊരു രീതിയായിരുന്നു. ഷാറൂഖ് ഖാൻ ഇട്ടിട്ടുള്ള അന്നത്തെ ഷാറൂഖ് ഖാനെ വെച്ചിട്ടാണ് അവള് ഷാറൂഖ് ഖാൻ അയച്ചു കൊടുത്തു. ഷാറൂഖ് ഖാൻ എന്നിട്ട് കൊറോണ അല്ലേ, ആരും പരസ്യത്തിനൊന്നുമല്ല നിന്ന് ഉപയോഗിച്ചതാണ്. അതങ്ങട്ട് പരസ്യമാക്കി ഭയങ്കര ട്രെൻഡായി. കോഴിക്കോട്ടുകാരി ഒരു പെൺകുട്ടിയാണ്. എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റും? എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റും? ആ ചെയ്യാൻ പറ്റുന്നതിൽ ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് ഇരുന്നിട്ട്, ഞാൻ പറയുമ്പോൾ തോന്നരുത്, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് ചിരട്ട കാണുന്നത് നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്താണല്ലേ? തെങ്ങിന്റെ ചിരട്ടല്ലേ, തേങ്ങയുടെ. ആ ചിരട്ടയെ 1000-കണക്കിന് രൂപക്ക് വിൽക്കുന്ന ഐഡിയ നമുക്കറിയാം. അതറിയണം നമ്മൾ. കാരണം കരകൗശല വസ്തു എന്ന് പറഞ്ഞാണ്. ഞാൻ ഒരിക്കല് നമ്മളെ ആലപ്പുഴയിലുള്ള ഒരു ഇതിൽ പോയിട്ട്, ഒരു റിസോർട്ടിൽ പോയിട്ട് ജസ്റ്റ് അവിടെ നമ്മളൊരു സുഹൃത്ത് കൊണ്ടുപോയതാണ് ഒരു മീറ്റിങ്ങിന് വേണ്ടി. 45,000 രൂപയാണ് അവിടെ ഒരു റൂമിന് അന്ന്. അവിടെ രാത്രിയിൽ ചട്ടി ഉണ്ടാക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ യൂറോപ്യൻസ് അവിടെ താമസിക്കുന്നത് കേട്ടോ. അതായത് ലൈവായിട്ട് ചട്ടി ഉണ്ടാക്കൂല, നമ്മളെ കൊശവൻ എന്നൊക്കെ പറഞ്ഞ് അയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് എത്ര പൈസ? ഒരു ദിവസത്തിന് ചിലപ്പോൾ 1000 റുപ്യ കൊടുക്കും ആകെ. ഇയാളൊരു ചട്ടിക്ക് എത്ര പൈസ? 5000 റുപ്യ. എന്താ കാര്യം? ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ വീഡിയോ സഹിതം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് യൂറോപ്യൻസിന് വിടുക. ചട്ടിക്കാകെ ചിലവ് 50 റുപ്യ, 100 റുപ്യ, മാക്സിമം പോയ 500 റുപ്യ. അതിനെ വിൽക്കുന്നത് അലാക്കിന്റെ വിലക്കാണ്. അതും ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ നിങ്ങൾ എന്ത് കാര്യം ചിന്തിച്ചോളൂ. ഇപ്പൊ ഇതിൽ എത്ര ആൾക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്? മീൻസ് നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വള കാര്യങ്ങളൊക്കെ എന്താ പറയാ, ചിലപ്പോൾ വേർഡ് മറന്നു.
ഫാൻസി ഷോപ്പ് നടത്തുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ, ജസ്റ്റ് ഒന്ന്. കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, കുറച്ചുള്ളൂ. ഇന്ന് വേറെ ഉള്ളവരൊക്കെ എന്ത് കച്ചവടം ചെയ്യണമെന്ന് മനസ്സിലായിട്ട്. ശരി, ഈ ഫാൻസിക്കാർ ശ്രദ്ധിക്കണേ. ഓക്കെ, ഫാൻസിക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ തായ്ലൻഡിലോ പോയിട്ട് പുതിയ ഒരു സാധനം കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ഫാൻസിയിലേക്ക് നിങ്ങളുടെ ബ്രാൻഡാക്കി ഇറക്കിയിട്ടുള്ള ആൾക്കാരെന്ന് കൈപൊക്കിയാണ്? ഉണ്ടാ? ഇല്ല. ഞാൻ അവിടെ ബഷീർഖാൻ ഒന്ന് പറഞ്ഞോട്ടെ, നെസ്റ്റോന്റെ ബഷീർഖാനെ. മൂപ്പര് ജസ്റ്റ് ചൈനയിൽ പോയി, അവിടുന്ന് ഒരു ടോർച്ച് കണ്ടു. ആ ടോർച്ചിക്ക് മൂപ്പരൊരു പേരിട്ട്, എന്തെന്ന്? ജീപ്പാസ്. എന്താട്ടത്? ജീപ്പാസ്. മൂപ്പര എപ്പോഴും അറിയാലോ ജീപ്പാസ് ബഷീർഖാൻ. ആ ഒരു ടോർച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കാൻ തുടങ്ങി. അദ്ദേഹം എന്താ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്, എന്റെ വളരെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം ഉയർന്നു പോയി ഇപ്പൊ നെസ്റ്റോന്റെ ചെയർമാൻ അദ്ദേഹമാണ്. ടോട്ടൽ നെസ്റ്റോയുടെ ഒരു സാധനം, ഒരു ടോർച്ച് കണ്ടതിൽ നിന്ന് തുടങ്ങിയതാണ്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഫാൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേണ്ടി അവിടെ പോയിട്ട് ആ സാധനം ഇവിടെ കൊടുന്ന് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പൊ ലൈറ്റ് കച്ചവടക്കാർ ഒരുപാടുണ്ടാവും. അവിടുന്ന് ലൈറ്റ് കൊണ്ടുവരും, അവിടെ വിൽക്കുക. ബ്രാൻഡാക്കണം. ഇംപാക്സ്, ഞാൻ ഓരോ ബ്രാൻഡ് പറയാണ്. ഇംപാക്സ് അവരുടെ കംപ്ലീറ്റ് സാധനം ചൈനയിൽ പോയി കൊണ്ടുവന്നിട്ട് ഇവിടെ റീബ്രാൻഡ് ചെയ്തതാണ്. റീബ്രാൻഡ്. ഇംപാക്സ് അങ്ങനെയാണ്. നിങ്ങൾ പറയുന്ന ഈസി കുക്ക് അങ്ങനെയാണ്. കുറെ സാധനങ്ങൾ അങ്ങനെയാണ് എന്താക്കുന്നത്, ഇവരൊക്കെ റീബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്റ്റൈല് നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഒരു റീബ്രാൻഡിങ് സ്റ്റൈല്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകുമ്പോ, സമയം ദൈർഘിച്ചത് കൊണ്ട് ക്ഷമിക്കണം നിങ്ങൾ, ഞാൻ കുടുംബത്തിലേക്ക് കടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ, കുടുംബത്തിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? വിഷൻ എന്ന് പറയുന്നതാണ്. ഈ സാധനങ്ങൾ ഈ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ സപ്പോർട്ടാക്കിയിട്ട് എന്റെ ഭർത്താവിന്റെ ബിസിനസ്സിനെ, എന്റെ പിതാവിന്റെ ബിസിനസ്സിനെ അതിമനോഹരമാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബിനികളും ചിന്തിക്കണം. കാരണം നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരല്ല, നമ്മൾ ചോറുണ്ടാക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ല. നമ്മുടെ ഭർത്താവിന് അതിമനോഹരമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ കച്ചവടക്കാരനായ ആദ്യത്തെ കാലഘട്ടത്തിലെ കംപ്ലീറ്റ് സപ്പോർട്ട് ആരുടേതായിരുന്നു? ഖദീജ ബിബി റളിയല്ലാഹു തആലയുടേതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ പഠിയുന്നതാണ്. അഥവാ ഭാര്യമാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഭർത്താക്കന്മാർ ചെയ്യുന്ന ബിസിനസ്സുകൾ, അതിലിപ്പോ സാമ്പത്തികപരമായി നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മാനസികമായ ഒരു സഹായമെങ്കിലും ഉണ്ടാകണം. ഇയാള് വരുമ്പോ നമ്മുടെ വീട്ടിലുണ്ടാകേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഈ ബിസിനസ്സുകാരൻ വരും, പാവങ്ങളെ കിട്ടണില്ല ഞങ്ങൾ പറയാം. ബിസിനസ്സുകാരായ ആളുകളെ കിട്ടണില്ല. കാരണം എന്താ? രാവിലെ 6 മണിക്ക് അങ്ങോട്ട് പോയാല് രാത്രി 10, 10:30, 11 മണിക്കാണ് ഈ സാധു കണ്ട് കയറി വരിക. ബിസിനസ്സുകാരോടൊരു വാക്ക്, നമ്മുടെ ബിസിനസ്സിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ തന്നെ ചെന്നിട്ട് എല്ലാ കാര്യം ചെയ്യുന്നുവെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിസിനസ്, അതിന്റെ പേര് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. എന്താണ്? കളന്താ പറയാത്തത്? ഒന്ന് പറഞ്ഞോളൂ, എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ്? നമ്മൾ തന്നെ നമുക്ക് ജോലിയും കൊടുക്കണം, നമ്മൾ തന്നെ നമ്മളെ സാലറി കൊടുക്കണം, നമ്മൾ തന്നെ 24 മണിക്കൂർ അവിടെ വർക്കും ചെയ്യുന്നു. അത് ബിസിനസ് അല്ല. അതെന്താണ്? സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അഥവാ ബിസിനസ് ആകണമെങ്കിൽ HR-ഉം മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും അതേപോലെ തന്നെ കംപ്ലീറ്റ് സ്ട്രാറ്റജിയും ചെയ്തിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമുക്ക് വരുമാനം തരുന്നത് എന്തോ ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് സത്യത്തിൽ എന്ത് ബിസിനസ് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചു. ഒരിക്കലും ഞാൻ PI ഇബ്രാഹിം ഹാജി എന്നോട് കോട്ടയ്ക്ക് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് സമദാനി സാഹിബിന്റെ അടുത്ത് ഒന്ന് പോകണമെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലുള്ള ഒരാളാണ്. ഏതാണ്ട് ഞാനും അദ്ദേഹം കൂടി കാറിൽ ഇങ്ങനെ പോകുമ്പോ ഞാൻ വലത്തെ ഭാഗത്തെ മലബാർ ഗോൾഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം മൂപ്പരാണല്ലോ കോ ചെയർമാൻ. ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ്. ദാറ്റ് ഈസ് സിസ്റ്റം. ഞാനൊരു ഗ്രൂപ്പിനെ പറ്റി പറയല്ലോ കേട്ടോ. അതാണ് സിസ്റ്റം. മലബാർ ഗോൾഡിലെ മെയിൻ ആൾക്കാർ അവിടെ പോയില്ലെങ്കിലും ഈ 400 സാധനങ്ങളും നടക്കുന്നുള്ളൊരു സിസ്റ്റം അവരുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യല, എന്നാലും ലോകത്തിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡായിട്ട് മലബാറിന്റെ പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് മലയാളികൾക്ക് എന്താക്കാം, ഒന്ന് അഭിമാനിക്കാമല്ലോ. അതുകൊണ്ട് പറഞ്ഞോട്ടെ, സിസ്റ്റം ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പൊ സാറേ ഞങ്ങൾക്ക് ആകെ ഒരു ഷോപ്പേ ഉള്ളൂ, അവിടെ എന്ത് സിസ്റ്റം ഉണ്ടാക്കാനാണെന്നാണ്. ആ ഒരു സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യലാണ്. അതിൽ നമ്മൾ സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരമായൊരു ധാരണയുണ്ടാകണം. മക്കൾക്ക് നമ്മുടെ ബിസിനസിന്റെ പെയിനെ കുറിച്ചിട്ട് നന്നായിട്ടൊരു ബോധമുണ്ടാകണം. ഞാൻ പറയുന്നു, മക്കള് ചിലപ്പോ വലിയ വലിയ ഫോൺ വേണമെന്ന് പറയും. നിങ്ങളൊരു പക്ഷേ ലോൺ എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്യാപിറ്റലിൽ നിന്ന് വലിച്ചിട്ട്
ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് മൊബൈൽ കൊടുക്കരുത്. 1.25 ലക്ഷം രൂപയുടെ മൊബൈൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കും. അവനൊന്ന് SSLC പാസ്സായതിന്റെ പേരിൽ അല്ലെങ്കിൽ എല്ലാറ്റിലും A+ കിട്ടിയതിന്റെ പേരിൽ അവൻ ആവശ്യപ്പെടുന്നത് ആപ്പിൾ ഫോണാണ്. ആപ്പിൾ ഫോൺ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എക്സസ് മണി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അഥവാ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള പൈസ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എക്സസ് മണിയിലേക്ക് എത്തുമ്പോഴാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ മക്കൾക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അല്ലാത്ത സമയത്തൊക്കെ മക്കളെ കൂടെ കൂട്ടിയിട്ട് ഇത് നമ്മൾ ബോധ്യപ്പെടുത്തണം. മോനെ, അവസ്ഥ പറഞ്ഞിട്ട് അവരെ പിന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തണ്ട. എന്നാലും നമ്മൾ എന്താക്കണം, അവന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം, അവന് ചില വകുപ്പുകൾ കൊടുക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ. ഈ ലോകത്തിൽ എല്ലാവരും വളർന്നു വന്നതേ 12-ാമത്തെ 13-ാമത്തെ വയസ്സിലാണ്. ആരാ പറഞ്ഞു നിങ്ങളോട് 28 വയസ്സായിട്ടാണ് എല്ലാവരും വളർന്നു വന്നത്? ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും വളർന്നു വന്നത് നിങ്ങൾ ഇപ്പൊ പറയുന്ന മുഴുവൻ സമ്പന്നരെടുത്തു നോക്കി, GCCയിൽ ഇവിടുത്തൊക്കെ അവർ 15-ാമത്തെ 14-ാമത്തെ വയസ്സിൽ ഏർപ്പാട് തുടങ്ങിയവരാ. എടുത്തു നോക്ക്, നിങ്ങൾ എടുത്തു നോക്ക്. മനസ്സിലായോ? കൊപ്പര കച്ചവടമെങ്കിലും ഒരു തുടങ്ങിയിട്ടുണ്ടാവും, പിന്നെ ആയിരിക്കും ഗോൾഡിലേക്കൊക്കെ മടങ്ങിയിട്ടുണ്ടാവും. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി 28 വയസ്സ് വരെ പഠിപ്പിച്ച് 28-ാം വയസ്സിലും വീട്ടിൽ കിടന്നിറങ്ങുന്ന ഒരാൾ ബിസിനസ് തുടങ്ങിയാൽ എവിടെ എത്തൂല. ചെറുപ്പം മുതലേ ഇതിൽ പെയിന് കൊടുത്തിട്ടുള്ള ആളുകളെ ഉയർന്നു വന്നവരൊക്കെ പണ്ട് ബോംബെക്ക് നാടുവിടും, അല്ലെങ്കിൽ മദ്രാസിലേക്ക് നാടുവിടും, അല്ലെങ്കിൽ 15-ാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് മീശ വരച്ചിട്ട് തീപ്പെട്ടി കത്തിച്ചിട്ട് തീപ്പെട്ടിന്റെ കറുത്ത ഇതുകൊണ്ട്, അന്നൊന്നും ഐബ്രോ പെൻസിലൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് മീശ വരച്ചിട്ട് 16-ാമത്തെ വയസ്സിൽ 18 വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് വിസ എടുത്ത് കയറിയിട്ട് അധ്വാനിച്ചിട്ടാ ഇന്നത്തെ ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ ആയത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് 15 ആയിട്ടുള്ളൂ 14 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കല്ലേ. ഒരു വകുപ്പ് അവർക്ക് കൊടുക്കൂ, പെൺകുട്ടികൾക്കും കൊടുക്കൂ. ഞാൻ ഇവിടുത്തെ പെൺകുട്ടികളോട് പറയാം, നിങ്ങളുടെ വാപ്പാന്റെ കച്ചവടം വളരെ ചെറുതാന്ന് വിചാരിച്ചോ, മാസത്തിൽ 25,000 രൂപ മുതൽ 50,000 രൂപ വരെ ചുരുങ്ങിയത് ഉണ്ടാക്കാനുള്ള ഒരവസ്ഥ ഇന്ന് എല്ലാ പെൺകുട്ടികൾക്കുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കും നിങ്ങൾ പറയും. കാരണം ഓരോ കമ്പനികളും അവിടെ HR-ന്റെ ഭാഗമായിട്ട് ഇനി ഒഫീഷ്യലി അവർ സ്റ്റാഫുകളെ ക്ഷണിക്കണില്ല. എല്ലാ ഓഫീസുകളും അടുത്ത കാലത്ത് പൂട്ടാൻ പോവാൻ. ആകെ മെയിൻ സ്റ്റാഫുകളുടെ മാത്രം ഹബ്ബായിട്ട് ഓഫീസ് മാറും. ബാക്കിയെല്ലാം ഔട്ട്സോഴ്സിംഗ് ആണ്. എന്താ ഔട്ട്സോഴ്സിങ്? അവർക്ക് പിന്നെ ഒരു ഇടം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അവർക്ക് ഉന്നത സാലറി കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് വേറെയുള്ള സ്റ്റൈപ്പൻഡും കാര്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം. എന്താ വർക്ക് അറ്റ് ഹോമും വർക്ക് ഫ്രം ഹോമും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലല്ലോ അല്ലേ? ചിലർ പറയും വർക്ക് ഫ്രം ഹോം എന്ന് പറയും, ചിലർ പറയും വർക്ക് അറ്റ് ഹോം എന്ന് പറയും. അറിയണവർക്കറിയാം. എന്നാലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, കമ്പനിയാണ് പറയാം വർക്ക് ഫ്രം ഹോം എന്ന്. കാരണം അവർക്ക് വർക്ക് ഫ്രം ഹോം ആണ്, വർക്ക് അറ്റ് ഹോം ആണ് ചെയ്യുന്ന ആള് പറയാം. ഇത് ചെയ്യുന്ന ആളും പറയലും തന്നെയാണ് വർക്ക് ഫ്രം ഹോം എന്നാണ് പറയാ. കമ്പനി പറയുന്ന പ്രയോഗമാണ് വർക്ക് ഫ്രം ഹോം, നമ്മൾ പറയുന്ന പേരാണ് വർക്ക് അറ്റ് ഹോം. ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ വീട്ടിലിരുന്നിട്ട് ഒഫീഷ്യലി ചെയ്തിട്ട് കമ്പനികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ ആവശ്യമുണ്ട്, ആൺകുട്ടികളെ ആവശ്യമുണ്ട്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അതെങ്കിലും നമുക്ക് എന്താക്കാൻ പറ്റണം, തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു പോവാൻ, ഈ വീട്ടിലിരുന്ന കുട്ടികള് അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഫ്രിക്കയിലെ 54 രാജ്യങ്ങൾ, ഞാൻ വീണ്ടും ആഫ്രിക്ക പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഇന്ന് ലോകത്തിലെ 7 കോണ്ടിനെന്റിൽ 7 ഏതാണ്ട് വൻകരകളുണ്ട്. അടുത്ത എമേർജിംഗ് വൻകര അത് ആഫ്രിക്കയാണ്. അത് ആഫ്രിക്കയാണ്. കാരണം ആഫ്രിക്കയിലെ ബിസിനസ്സിനുള്ള സാധ്യത പോലെ ഇനി വേറൊരിടത്തില്ല. ഇപ്പോഴും ഈ ഷൂ ഇല്ലാത്ത സ്ഥലങ്ങൾ അവിടെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പോഴും നന്നായിട്ട് അരിഭക്ഷണം കഴിക്കാത്ത സ്ഥലങ്ങൾ അവിടെയുണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ ടോയ്സ് ഇല്ലാത്ത സ്ഥലം അവിടെയുണ്ട്. ഞാൻ മുമ്പൊരിക്കല് ബ്രോസ്റ്റിന്റെ സാധനം പറഞ്ഞിട്ട് ഞാനൊരു സ്പീച്ചിൽ ഇത് പറയുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കലൊരു സ്പീച്ച് പറഞ്ഞു, ഇന്ന രാജ്യത്ത് ഞാൻ പോയി, അവിടെ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലാന്ന്. ഇവിടുത്തെ ഒരു ബ്രാൻഡഡ് ബ്രോസ്റ്റിൽ ഒരിക്കൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഭക്ഷണം കഴിക്കാൻ കയറി. 3000-ഓളം രൂപ പൈസയായി. ആ സമയത്ത് ഇവർ പൈസ വാങ്ങണില്ല. അവരെ ബോസ് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് നിന്ന് വാങ്ങരുതെന്ന്. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന്. പിന്നെ ഫോം വിളിച്ചിട്ട് ബോസിന് കൊടുക്കാൻ. അപ്പൊ ആ ബോസിനോട് പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങളൊരു സ്പീച്ചിൽ ഇന്ന സ്ഥലത്ത് ബ്രോസ്റ്റ് ഇല്ല എന്ന് ഞങ്ങൾ കേട്ടു, ഞങ്ങളിപ്പോൾ ഇവിടെ 6 ഔട്ട്ലെറ്റുകൾ തുടങ്ങിയെന്നാണ്. എത്രണ്ണം തുടങ്ങി? 6 തുടങ്ങി. കഴിഞ്ഞ മാസം പിന്നെ ദുബായിൽ വെച്ചിട്ട് നമ്മൾ അബുദാബി വെച്ചിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പൊ അത് 16 ഔട്ട്ലെറ്റ് ആക്കി ഞങ്ങൾ കൂട്ടിയെന്ന്. കോഴിക്കോടും തൃശ്ശൂരൊക്കെ എത്ര ബ്രോസ്റ്റിന്റെ കടകളുണ്ടോ അവിടെ 100 തുടങ്ങുന്നതിന് ഈക്വലാണ് അവിടെ 10 തുടങ്ങല്. കാരണം ഒരു ബ്രോസ്റ്റിന്റെ വില ഒരു കഷ്ണത്തിന് 1500 രൂപയാണ്.
രാജ്യങ്ങൾ ഇന്നോട് ചോദിക്കരുത്, പിന്നെ ഞങ്ങൾക്കും പോകല്ലോ അങ്ങോട്ട് എന്നാണ് പറഞ്ഞ. മനസ്സിലായോ? ഇങ്ങനെ എത്ര രാജ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടു. നിങ്ങളുടെ ഈ ഇന്ത്യൻ പാന്റും ക്ലോത്തും കിട്ടാത്ത എത്ര രാജ്യം. സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, ഇവിടെ വണ്ടി കച്ചവടക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര ആളുകൾ. ലിക്വിഡായിട്ട് പൈസ തരുമോ? സാധനം കണ്ട് എത്തുന്നില്ല. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാണ്ട് ആൾക്കാർ സെക്യൂരിറ്റി പ്രശ്നം എന്ന് പറഞ്ഞാണ്ട് നിൽക്കുകയാണ്. നല്ല ബിരിയാണി കോർണർ തുടങ്ങിയിട്ടുള്ള ഒരു സഹോദരൻ എനിക്കറിയാം. ദുബായിലുള്ളൊരു സാധാരണ അവിടെ പിന്നെ ഇവിടെ ഉള്ള ഒരു ബിരിയാണിക്കാരൻ അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഹോട്ടൽ ഇപ്പൊ 4-5 ചെറിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ നമുക്കറിയാം. നമ്മളെന്താ ഒരു രാജ്യം വിട്ടൊരു രാജ്യത്തേക്ക് പോകാത്തത്? എന്താ അവിടെ പോയി തുടങ്ങാത്തത്? അപ്പൊ നമ്മുടെ മക്കളെ ചിലപ്പോൾ അങ്ങോട്ട് വിടേണ്ടി വരും, അനിയനെ വിടേണ്ടി വരും, തുടങ്ങേണ്ടി വരും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇതൊക്കെ വ്യാപിപ്പിക്കണമെങ്കിൽ ഞാൻ കുടുംബത്തിലേക്ക് വരുന്നു. വീണ്ടും നമ്മുടെ തല പീസ്ഫുൾ ആയിരിക്കും. ഉറുദുക്കാര് പറയാറുണ്ട്, സർ ടണ്ട ജബാൻ മീഠ ദിൽ നരം. ദിൽ നരം. ഇതാണ് സത്യത്തിൽ കുടുംബത്തിൽ നടക്കേണ്ടത്. അതെന്താ? ഒന്ന്, സർ ടണ്ട, തണുത്ത തലയിരിക്കും. നമ്മൾ കുടുംബനാഥനാണ്, ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വരുമ്പോഴൊക്കെ ആകെ ടെൻഷൻ. കാരണം ആ EMI അടക്കാണ്ട്, ഈ ലോൺ അവിടെ അടക്കാണ്ട്, ഇത് അവിടെ അടക്കാനുണ്ട്. ഇതൊക്കെ വെച്ചാണ് വീട്ടിലേക്ക് നമ്മൾ കയറി വരും. വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ഒരു ഹാപ്പി മൂഡിലാണ്. കാരണം വീടിന് അള്ളാഹു കൊടുത്ത പേര്, ഇംഗ്ലീഷുകാരും കൊടുത്ത പേര് ഹോം എന്നാണ്. ഹോം എന്ന് പറഞ്ഞ മസ്കൻ. ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം സുക്കൂൻ എന്നാണ്. സുക്കൂൻ, ശാന്തി നികേതൻ. നമ്മൾ സാധാരണ ഇതിലൊക്കെ ഹൈന്ദവ മിത്തോളജിയിൽ കാണുന്ന ശാന്തി നികേതൻ എന്ന ശാന്തി ഭവനം, അഥവാ ശാന്തി ഇല്ലാത്തത് എന്തല്ല, ഭവനമല്ല. മസ്കൻ എന്ന സുക്കൂൻ എന്ന ശാന്തി എന്നാണ് അർത്ഥം. മസാക്കിനക്കും എന്ന ഖുർആന്റെ പ്രയോഗം മസ്കൻ എന്ന് പറഞ്ഞ ശാന്തിയുടെ ഭവനം എന്നാണ്. ഹോം എന്നാണ് ഇംഗ്ലീഷുകാർ വിളിക്കുക. ടു ഹോം എന്ന് പറയില്ലല്ലോ. ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളോട് ചോദിച്ചോക്കല്ല, നിങ്ങൾക്കൊക്കെ അറിയാലോ ഇംഗ്ലീഷ്. ടു ഹോം എന്ന് പറയില്ല. ഐ ആം ഗോയിങ് ടു ഹോം എന്ന് പറയില്ല. ഐ ആം ഗോ ഹോം എന്നേ പറയുള്ളൂ. ടു അവിടെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ടു ഉപയോഗിക്കാത്തത് there is no constructive form. അവിടെ അങ്ങനെ ഒരു മെറ്റീരിയൽ സാധനമില്ല, അന്തരീക്ഷമാണ് ഉള്ളത്. എന്നാൽ ടു ഹൗസ് എന്ന് ഉപയോഗിക്കും. ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെ ജനലും വാതിലും മതിലും ഒക്കെ ഉണ്ടാവും. കാരണം ടു ഹൗസ് ആണ്, ടു ഹോം അല്ല. ഹോം മാത്രമേ. അപ്പൊ അന്തരീക്ഷം ശരിയാവും. അന്തരീക്ഷം ശരിയാകണമെങ്കിൽ അവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ലൊരു സ്നേഹം നടക്കണം. കാരണം ഇയാൾ എൻ്റെ ഭക്ഷ്യദാതാവാണ്. ദൈവമാണ് നമുക്ക് തരുന്നതെങ്കിലും അതിന് നിമിത്തമായ ഞാൻ 4 നേരം ഭക്ഷണം കഴിക്കുന്നത്, എൻ്റെ മക്കൾ നല്ല ഉഷാറായി കഴിയുന്നത് ഈ മനുഷ്യന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വിയർപ്പുകളാണ്, ഈ മനുഷ്യന്റെ കണ്ണുനീരാണ് എന്ന് ഓരോ ഭാര്യമാരും എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറയല്ല. ഈ സാധുവിന്റെ ഓരോ നൊമ്പരങ്ങളും നഷ്ടങ്ങളും അയാൾ ചിലപ്പോൾ അങ്ങോട്ട് പേയ്മെന്റ് ഉണ്ടാകും, ഇങ്ങോട്ട് പേയ്മെന്റ് ഉണ്ടാകും. അതിനുവേണ്ടി ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ടാകും. ഇതൊന്നും നിങ്ങളെ അറിയിക്കാതെ കഴിയുന്ന ഒരു പാവം മനുഷ്യന്റെ പേര് കൂടിയാണ് വ്യാപാരി വ്യവസായിയുടെ ഓരോ അംഗങ്ങളും എന്ന് ഓരോ കുടുംബക്കാരും തിരിച്ചറിയണം. കാരണം അയാൾക്ക് ബാങ്കിൽ നിന്നെടുത്ത ലോണിന്റെ EMI അടക്കാൻ ഒരു ഭാഗത്ത്, സാലറിക്ക് തികയാതെ സാലറിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന 10-15 സ്റ്റാഫുകൾ ഒരു ഭാഗത്ത്, തന്റെ കച്ചവടം അടിക്കടി ചിലപ്പോൾ കുറഞ്ഞു വരുന്നതിന്റെ പേരിൽ ഒരിക്കലും ലാഭമില്ലാതെ പോകുന്നതിന്റെ സങ്കടം ഒരു ഭാഗത്ത്. എന്നാലും വീട്ടിലെ മക്കളെ ചോദിക്കുമ്പോ, ആ മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ ഒന്നും ആലോചിക്കാതെ കൊടുത്തിട്ട് നെടുവീർപ്പിടുന്ന ഈ പാവം പിതാവുണ്ടല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അയാളെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് നിർത്താൻ നമുക്ക് പറ്റും. ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സുന്ദരമായൊരു വീഡിയോ വന്നിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? എന്നെ വല്ല ആകർഷിച്ചൊരു സാധനമാണ്. ഒരു പിതാവ് മരിച്ചു പോകും. ഉമ്മനോട് മക്കൾ ചോദിക്കാണ്, പൈസ തരുമോ, ഞങ്ങൾക്ക് മിഠായി വാങ്ങണം, അത് വാങ്ങണം. വാപ്പയാണ് മരിച്ചു പോവുകയും ചെയ്തു. ആ സമയത്ത് ഉമ്മ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? വാപ്പന്റെ ഷർട്ടിലുണ്ടാവും, പോയി എടുത്തോളിന്ന്. വാപ്പ മരിച്ചുപോയി. അപ്പൊ ഉമ്മ ചെയ്ത പണി എന്താ? ഉമ്മയുടെ ബെഡ്റൂമിൽ വാപ്പയും ഉമ്മയും കൂടി കിടന്നുറങ്ങിയ ആ ബെഡ്റൂമിൽ ഹൂക്കിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കാണ് കുറച്ച് ഷർട്ടുകള്. ആ ഷർട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ 50-100 ഇട്ടിരിക്കാണ്. എന്തിനാന്നറിയോ? ഈ പാവം മനുഷ്യൻ പോയി എന്ന് മക്കൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അയാളുടെ പോക്കറ്റിൽ നിന്നാണ് പിന്നെയും കുട്ടികൾ പോയി എടുക്കുന്നത്. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഉമ്മമാരുണ്ട്, അങ്ങനെ ശ്രദ്ധിക്കുന്ന ഭാര്യമാരുണ്ട്. മകൻ എഴുതിയ കവിതയിൽ മുഴുവനും അമ്മയുടെ പേരായിരുന്നു. ഒരു കവി തന്നെ എഴുതാണ്, മകൻ എഴുതിയ കവിതകൾ മുഴുവനും അമ്മയുടെ പേരായിരുന്നു. അമ്മ സുന്ദരമായത് വായിച്ചു നോക്കിയപ്പോ അതിൽ തിരഞ്ഞതെല്ലാം അച്ഛന്റെ പേരായിരുന്നു. പറഞ്ഞെന്താന്ന് മനസ്സിലായോ? 2 വരി കവിതയാണ്,
മോനൊരു കവിത എഴുതി അമ്മയെ കുറിച്ചിട്ട്. അമ്മ അതാണ്, അമ്മ ഇതാണ്, അമ്മ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ അമ്മ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ കവിതയിൽ, ആ മനോഹരമായ കവിതയിൽ അമ്മയെ കുറിച്ച് എഴുതിയ കവിത ഇങ്ങനെ അമ്മ വായിക്കണത് കണ്ടിട്ട് മോനിങ്ങനെ സുന്ദരമായി നോക്കി നിൽക്കുകയാണ്. പക്ഷെ ആ പാവം അമ്മ തിരഞ്ഞതെല്ലാം ഒരിടത്തെങ്കിലും എന്റെ ഭർത്താവിന്റെ പേരുണ്ടോ എന്നതാണ്, അച്ഛന്റെ പേരുണ്ടോ എന്നതാണ്. അതായിരിക്കണം ഒരു ഭാര്യ, അതായിരിക്കണം ഒരു ഭർത്താവ്. ആ ഒരു സ്നേഹത്തോടു കൂടി നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ബെഡ്റൂമിൽ അത് തീർത്തേക്കണം. മക്കളുടെ മുമ്പിലേക്ക് ഇതിന് വലിച്ചിഴക്കരുത്. മക്കളുടെ അടുത്ത് എന്തെങ്കിലും സീക്രട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഉമ്മമാരെ, അമ്മമാരെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നിങ്ങൾ ചൂടാകരുത്, അവനോട് ചോദിക്കരുത്. നമുക്കതിന് പരിഹാരം കാണാം, എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ് എന്ന് പറഞ്ഞിട്ട് ആ പാവം മനുഷ്യനോട് ആ വിഷയം നിങ്ങൾ പറയണം. ഇന്നെന്താ നടക്കുന്നത്? മോളൊരു പ്രണയം തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് വാപ്പൻ അറിയിക്കണ്ട, അല്ലെങ്കിൽ അച്ഛൻ അറിയിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇയാളെന്നെ, ഈ ഉമ്മന്നെ ആൾക്ക് വിളിക്കും. ആർക്ക്? ഈ മോൻക്ക്. എന്നിട്ട് മോനവിടെ, ഞാൻ ഒരുപാട് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം അധികം ചെയ്യലില്ല, എന്നൊന്നാലും 2 കൗൺസിലിംഗ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റന്റ് അജുവതാണ് ഇരിക്കുന്നത്. അപ്പോ അവരിങ്ങനെ ഫോൺ വിളിക്കുകയാണ്, മോനെ ഇന്ന് പിന്മാറണം കേട്ടോ. മാറി അവസാനം ഈ ഉമ്മൻ അവൻ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവർ റെക്കോർഡാക്കുകയാണ്. എനിക്ക് വന്ന കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞത്. എന്നിട്ട് ഈ വാപ്പന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യാണ്, ഇതങ്ങളെ തള്ള എനിക്ക് വിളിച്ചതാണ് ഇതെന്ന് പറഞ്ഞു. എത്ര വലിയ നാരേ കേസാന്ന് ആലോചിക്കാൻ. സ്വന്തം ഭർത്താവിന്റെ അരികിൽ ഇത് എത്തിക്കുന്നതിന് മുമ്പേ കാമുകൻ അതിന്റെ വോയിസ് ആർക്ക് അയച്ചു കൊടുക്കുന്നു? വാപ്പക്ക് അയച്ചു കൊടുക്കും. അങ്ങ് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു? എത്ര മോശത്തരമാണ്. അതുകൊണ്ട് മക്കളെടുത്ത് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നല്ല രീതിയിൽ ഭർത്താവിന് എന്താക്കണം, അറിയിക്കണം. ഒരിക്കലും ഗൾഫിക്കോ മറ്റോ വിളിച്ചിട്ട് സാധാരണ പ്രവാസികൾ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തി പറയണ്ടേ. നമുക്ക് എന്താണ് അതിന് പരിഹാരം കാണുക എന്ന് കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളാകട്ടെ ഇന്ന് വേറെ ലോകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം തരാട്ടോ. മറ്റൊരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാവരും മതവിശ്വാസികളാണോ അല്ലയോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മതവിശ്വാസം എന്ന് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന മുസ്ലിംസ് ഒരുപാടുണ്ട്, ഹൈന്ദവർ ഒരുപാടുണ്ട്, ക്രിസ്ത്യൻ സമൂഹം ഒരുപാടുണ്ട്. അവരവരുടേതായ മതത്തിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ ബിസിനസ്സിനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കൂ. അതിൽ വാല്യൂസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എല്ലാ ഹാർഡ്വാർഡും ഈ പറയുന്ന കാംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് വാല്യൂസും സ്പിരിച്വാലിറ്റി. അതൊരു പുതിയ സാധനമൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ എത്തിക്സും വാല്യൂസും അനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകൽ നിർബന്ധമാണ്. നമ്മുടെ വീട്ടിൽ റുട്ടീൻസ് ഉണ്ടാകണം. എന്താ റുട്ടീൻസ്? എത്ര മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്? അത് റുട്ടീനാണ്. പറഞ്ഞു മനസ്സിലാണ്? ഇപ്പൊ ഞങ്ങളെ സമയം, ഞാനൊക്കെ ചെറുപ്പത്തില് ഏറ്റവും ശക്തമായിട്ട് 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുമായിരുന്നു. കാരണം 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് എൻ്റെ ഉമ്മന്റെ നിർബന്ധമാണെന്ന്. ആ റുട്ടീൻ എന്നെ ഉണ്ടാക്കി തന്ന എൻ്റെ ഉമ്മയാണ്. 5 മണിക്ക് കാലത്ത് എഴുന്നേൽക്കണമെന്ന്. ഇപ്പോഴും ഞാൻ 5 മണിക്ക് മുമ്പ് എണീക്കാറുണ്ട്. അത് ഉമ്മയുടെ ഒരു ശീലമാണ്. APJ അബ്ദുൽ കലാം എഴുതി വെച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിന്റെ സുന്ദരമായ വരി, ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ ഏർലി മോർണിംഗ് 4 o'clock എന്ന്. ഏർലി മോർണിംഗ് 4 o'clock. അതിൽ അദ്ദേഹം പറയുന്നത് മൈ ഫാദർ, എന്റെ പിതാവ് എന്ന് പറഞ്ഞിട്ടാണ്. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു പാവം മനുഷ്യനായിരുന്നു. സുബഹി ബാങ്ക് പോകുന്നതിന് മുമ്പേ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ട് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ വന്ന് വിളിക്കുന്ന എന്റെ പിതാവാണ്. അന്ന് ആ ശീലം എന്റെ പിതാവ് എന്നിൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ APJ എന്ന് പറയുന്ന എന്നെ നിങ്ങൾ കാണുമായിരുന്നില്ല എന്ന് APJ അബ്ദുൽ കലാം എഴുതി വെക്കുന്നത്. ഒരു റുട്ടീൻ നമ്മുടെ വീട്ടിൽ വേണ്ടേ? ഇത് കുട്ടികൾ 10:30 എണീക്കണം, ചിലർ 11 മണിക്ക് എണീക്കണം, നാസ്ത എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് കഴിക്കണം. ഇങ്ങനെ ഒരു റുട്ടീനും ഇല്ലാതെ ഒരു വീട് പോകരുത്. ഇവര് 6 മണി 7 മണിക്ക് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ എൻ്റെ പെങ്ങന്മാരോട് സ്നേഹത്തോട് കൂടിയിട്ട് പറയാം, നമ്മുടെ മക്കളെ എപ്പോൾ സ്നേഹത്തോടെ എഴുന്നേൽപ്പിച്ചോ. ചെറിയ കുട്ടിയുണ്ട് മീൻസ് ഒരു 7-8 വയസ്സായനെ പെട്ടെന്ന് വിളിക്കണ്ട. അവന്റെ അടുക്കൽ പോയിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് മോനെ എഴുന്നേൽക്കല്ലേ എന്നൊക്കെ ചോദിച്ച് ദയവ് ചെയ്ത് മദ്രസയിൽ പോകണം, സ്കൂളിൽ പോകണമെന്ന് അവന് പറയില്ല. ആ ഒറ്റ കാരണത്താൽ സ്കൂൾ മദ്രസൊക്കെ മാറും, പിന്നെ വെറുക്കും. അതൊന്നും പറയാതെ മോനെ എഴുന്നേൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു റുട്ടീൻ ഉണ്ടാക്കുക ആദ്യം. ആ റുട്ടീനിൽ പെട്ടതാണ് ഫുഡിന്റെ ഡയറ്റുകൾ ഏതൊക്കെ വേണം നിങ്ങൾ ഉണ്ടാക്കണം. എല്ലാ ദിവസവും ബീഫും അതും ഇതൊക്കെ കൊടുത്തിട്ട് നമ്മളെ കുട്ടികളെ രോഗികളാക്കി മാറ്റല്ലേ. നിങ്ങളിപ്പോ കിഡ്നി ഡയാലിസിസ് സെന്ററിൽ ഇപ്പോ 13, 18, 20 വയസ്സായ കുട്ടികൾക്ക് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് 60 കഴിഞ്ഞിട്ടല്ലേ അത് തുടങ്ങുകയെന്നാണ്.
എന്നാണ് ഞാൻ തിരുവനന്തപുരത്തെ ക്യാൻസർ സെന്ററിൽ പോകുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നോട് അവിടുത്തെ ആളുകൾ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അമ്മമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഉമ്മ വന്നിട്ട് എന്നോടൊരു വല്യമ്മ എന്നോട് വന്നിട്ട്, സാറേ നിങ്ങൾ ഉസ്താദെ തന്നെ വിളിച്ചത്, ഉസ്താദെ നിങ്ങൾ ഈ കുട്ടിയൊന്ന് മരിക്കാൻ ദ്വാരന്ന് തരുമോ എന്നോട് പറഞ്ഞ വാക്കാണ്. കാരണം ക്യാൻസർ പിടിപെട്ട് ഒന്നിനും പറ്റാത്ത കുട്ടിയായി ആകെ അതപ്പതിച്ചു പോകുമ്പോ മരിച്ചാലും വേണ്ടിയില്ല എന്ന് തോന്നുന്ന വല്യമ്മമാരടക്കമുള്ള ഒരു കാലഘട്ടം. നമ്മളെ കുട്ടികളെ എന്തിനാണ് ഇങ്ങനെ രോഗത്തിലേക്ക് കൊണ്ടുപോയിടുന്നത്? അപ്പൊ റുട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടി ഏത് ഫുഡ് കഴിക്കണമെന്ന് അറിയാതെ റുട്ടീനുകൾ മാറണം. ഡെയിലി കുട്ടികളെ ഏത് എക്സസൈസ് ചെയ്യണമെന്ന്, കുട്ടികളെ ജിമ്മിൽ ചേർക്കണമെങ്കിൽ അത് ഇങ്ങനെ എല്ലാം റുട്ടീന്റെ ഭാഗമാണ്. രാവിലെ 10 മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം, അല്ലെങ്കിൽ സ്കൂളിലെത്തണം, ഇന്നടത്തെത്തണം, ഇതൊക്കെ ഒരു റുട്ടീനാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ദയവേദിട്ട് അവരെ ട്യൂഷന് അതിൽ നിന്ന് പറഞ്ഞേക്കല്ലേ, അങ്ങനൊന്നും ചെയ്യണ്ട. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആളും കൂടി ആയതുകൊണ്ട് പറയാൻ, സ്കൂള് വിട്ട് വന്ന ഉടനെ തന്നെ പിന്നെ ഒരു ട്യൂഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി പിന്നെ A+ കൊടുക്കൂല, ഒരു കുന്ത് കൊടുക്കൂല. സ്കൂള് വിട്ട് വന്ന പിന്നെ കളിയുടെ സമയമാണ്. മഗ്‌രിബ് വാങ്ങ് കൊടുക്കുന്നവരെ അവന് കളിക്കണം, കളിക്കാനേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പഠിക്കാനിരുന്നോട്ടെ. അല്ലാതെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴേക്ക് പിന്നെയും ട്യൂഷൻ ടീച്ചറെ ക്ലാസ്, പിന്നെയും ട്യൂഷൻ ടീച്ചറെ ഫോണ്, ട്യൂഷൻ ടീച്ചറെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം 30 കിട്ടുന്ന 3000 രൂപയുടെ കേസാണ്. എന്നാൽ നമ്മുടെ കുട്ടിയുടെ ഫ്യൂച്ചർ നമ്മളാണ് അറിയേണ്ടത്. ഒരിക്കലും സ്കൂൾ വിട്ട് വന്ന സമയത്ത് ട്യൂഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കരുത്. അവർ ഭയങ്കര പ്ലീസിങ് ആയിട്ട് നടക്കട്ടെ. ഉമ്മയോട് കഥ പറയാൻ, അമ്മയോട് കഥ പറയാൻ അവനെ നിങ്ങൾ അനുവദിക്കൂ. വ്യാപാരികൾക്ക് അത് നോക്കാൻ സമയമില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, എന്നാൽ അവരുടെ കൂടെ നിൽക്കല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുണ്ട്, അത് ഒതുക്കി വെക്കാനുണ്ട്. സ്റ്റാഫ് വന്നിട്ടില്ലെങ്കിൽ സ്റ്റാഫിന്റെ പണിയെടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരം ക്യാഷ് കളക്ഷൻ വന്നിട്ടില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് നയാ പൈസ ഇല്ലാതെ വീട്ടിലേക്ക് വരുമ്പോ ഇന്ന് വീട്ടിലേക്ക് എന്താ കൊണ്ടുപോവാന്ന് ചിന്തിക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രഷറിൽ ഈ മനുഷ്യൻ നടക്കുമ്പോ മറ്റുള്ള എല്ലാ മാനേജ്മെന്റും നിങ്ങളാണ്. നിങ്ങൾ ഹോം മിനിസ്റ്ററാണ്. നിങ്ങളായിരിക്കണം വീട്ടില്, നിങ്ങളായിരിക്കണം അതിന്റെ മന്ത്രി. ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ആണെങ്കിലും ആഭ്യന്തരം എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, ആഭ്യന്തരത്തിന് വീടായിട്ടുണ്ട് കണ്ടാൽ മതി. വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. ദയവ് ചെയ്തിട്ട് ആരോടും ഒന്നും ചോദിക്കാതെ വലിയ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് പണിയെടുത്തു പോകും. സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നവരുണ്ട്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അത് കൃത്യമായിട്ട് ഇരിക്കുന്ന ഓരോ കുടുംബവും പാലിച്ചിരിക്കണം. ഇവിടെ പറയുമ്പോൾ എനിക്ക് മടിയുണ്ട്. എന്നാലും പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളത്തൊക്കെ പോയിട്ട് അതിന്റെ അപ്പുറത്ത് കണ്ട് പോയാൽ അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടക്ക് ഇത് ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവരെ നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നു. എന്താ കാര്യം? ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന 15,000-20,000 രൂപ മാസത്തിൽ 5,000 രൂപ എടുത്ത് കുറി ചേർന്നിട്ട് 5 ലക്ഷം രൂപയ്ക്ക് അത് അടിച്ചിട്ട് ഒരു ചെറിയ പറമ്പൊക്കെ വാങ്ങിയിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ അത് മറിച്ച് വിറ്റിട്ട് പിന്നെ വേറൊരു പറമ്പ് വാങ്ങിയിട്ട് പിന്നെ അത് മറിച്ച് വിറ്റിട്ട് 20-25 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും തിരിച്ചങ്ങട്ട് കൊടുക്കുന്നത് 1 കോടി 1.5 കോടി രൂപയാണ്. നമ്മളോ, മലബാറുകാരായ നമ്മളോ, ഈ സാധു കച്ചവടം പൂട്ടിയിട്ട് പെരി വന്നിരിക്കുമ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപ കടയിട്ടുണ്ട്. കാരണം എന്താണ്? നിങ്ങളെ മാമൂലുകൾ. നാത്തൂന്റെ കുട്ടിന്റെ നാത്തൂന്റെ പേരക്കുട്ടിക്ക് കൊണ്ടുപോകണം നിങ്ങൾ 1.25 പവന്റെ വളയാണ്. ഇങ്ങനെ മാമൂലുകൾ നടത്തി ഈ മനുഷ്യനെ പൊളിപ്പിക്കല്ലേ. ഞാൻ നല്ല ദയോട് കൂടിയിട്ട് നിങ്ങളോട് പറയാൻ, ഫിനാൻഷ്യൽ അച്ചടക്കം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചിലപ്പോഴൊക്കെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റക്കായി നിൽക്കും. പക്ഷേ 15 കോടി സ്റ്റക്കായി നിൽക്കുന്നുവെങ്കിൽ ഭാവിയിൽ 100 കോടിയെങ്കിലും തിരിച്ചു വരുന്ന സ്റ്റക്കേ പാടുള്ളൂ. ഒന്നും കൂടി പറയാം, 15 കോടി നമ്മൾ ആകെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ ഭയപ്പെടണ്ട. കാരണം ഭാവിയിൽ നമുക്ക് 100 കോടി വരാനുള്ളൊരു പദ്ധതി നമ്മൾ ചെയ്ത് വെച്ചിരിക്കണം. സമയം വൈകുന്നേ ഉള്ളൂ. ഒരിക്കലും എന്താക്കുക, നമ്മൾ കടക്കാരനാകരുത്. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ നിങ്ങൾ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യാപാരി വ്യവസായി കുടുംബങ്ങളിൽ നിങ്ങൾ ക്ഷേമനിധി നിങ്ങൾ കൊടുക്കുന്നു. ഇവിടെയുള്ള ഓരോരുത്തരും നിങ്ങൾ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറയട്ടെ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് നിങ്ങൾ കൊടുക്കണം, നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ പാനൂരിലുള്ള ഈ ഇരിക്കുന്ന വ്യാപാരി, ഈ കൂട്ടത്തിൽ നല്ല സമർത്ഥയായൊരു വിദ്യാർത്ഥി ഉണ്ടെന്ന് നോക്ക്. അവന്റെ വാപ്പാക്ക് വലിയ കച്ചവടമൊന്നുമില്ല, ഇങ്ങനെ അനുഷ്ഠിച്ച് പോവാൻ. IAS അക്കാഡമി പോയിട്ട് പഠിക്കണമെന്നവനുണ്ട്. അവന് IAS എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നൊരു തോന്നലും നമുക്കുണ്ട്. അവനാകെ മാസത്തിൽ വേണ്ടത് 15,000 രൂപയാണ്. ഒരു കൊല്ലത്തേക്ക് വേണ്ടത് 1.5 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ കൂട്ടുക. ആ ഒരു വർഷത്തേക്കുള്ള 1.5 ലക്ഷം രൂപ എപ്പിസോഡായിട്ട് കൊടുക്കാൻ പാനൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് സാധിക്കുമ്പോ, ഭാവിയിൽ ഇവിടെ അവാർഡ് കൊടുക്കുമ്പോ ആ ജില്ലാ കളക്ടറെ നിങ്ങൾ ആദരിക്കണം.
അതിനുവേണ്ടി നമ്മുടെ ഈ അജണ്ടയിൽ എന്തുണ്ടായിരിക്കണം? ഒരു എഡ്യൂക്കേഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷന് വേണ്ടി പൈസ ചെലവാക്കുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 താരമാണ് ആര്? അസീം പ്രേംജി എന്ന് പറയുന്ന മനുഷ്യൻ. വിപ്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നമുക്കറിയാം. ആ വിപ്രോയുടെ ആദ്യത്തെ എംബ്ലം ഒരു സൂര്യകാന്തി പൂവായിരുന്നു. ആ സൂര്യകാന്തി പൂവിനെ മാറ്റാൻ വേണ്ടിയിട്ട് അന്നത്തെ CEO പറഞ്ഞപ്പോ ഞാൻ എൻ്റെ പിതാവിനെ മാറ്റണമെന്നാണ് ചോദിച്ചത്. വാപ്പനോടുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ. അദ്ദേഹം ഒരു മുസ്ലിമാണ്, അസീം പ്രേംജി എന്ന് പറഞ്ഞത്. എൻ്റെ വാപ്പനെ ഞാൻ മാറ്റണമെന്ന് ചോദിച്ചു. അതെന്താ? വാപ്പയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓയിൽ കച്ചവടമായിരുന്നു. സൂര്യകാന്തി എണ്ണ വിൽക്കലായിരുന്നു വാപ്പന്റെ കച്ചവടം. ഇദ്ദേഹം പിന്നെ ടെക്നോളജിക്കൽ കമ്പനി തുടങ്ങി വിപ്രോ. ആ വിപ്ര ലോകത്തിൽ അറിയപ്പെടുന്ന കമ്പനിയായി, കോടിക്കണക്കിന് രൂപയുടെ വലിയ പ്രതാപമുള്ള സമ്പന്നനുമായി. എന്നിട്ടും വാപ്പ കൊണ്ട് നടന്നിരുന്ന സൂര്യകാന്തി പൂവിനെ വിൽക്കാൻ അദ്ദേഹത്തിന്റെ കാലത്ത് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അസീം പ്രേംജി ഉണ്ട്. 2.25 ലക്ഷം കോടിയിൽ 1.25 ലക്ഷം കോടിയും വിദ്യാഭ്യാസത്തിന്റെ സ്കോളർഷിപ്പിന് വേണ്ടി ചെലവാക്കിയ ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് അസീം പ്രേംജി. അവിടെ അത്രയൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഒരു സ്കോളർഷിപ്പിലൂടെ കടന്നു പോകണം. ഈ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പറ്റുമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഓരോരുത്തരുടെയും ബ്രാൻഡിനെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ബ്രാൻഡുകൾ ഉണ്ടല്ലോ, ഇത് ഓരോരുത്തരുടെയും ബ്രാൻഡുകളാണ്. ഇപ്പോ മലപ്പുറം ജില്ലയിലെ യൂണിലിവറിന്റെ ഇതുള്ളത് എന്താ പറയാ, മോഡേൺ ട്രേഡിൽ MT ഉള്ളത് നമ്മുടെ കയ്യിലാണ്. എന്റെ അനിയനത് നോക്കുന്നത്, ആസംബൈ ഒക്കെ. അപ്പോ ഇത്തരത്തെ ബ്രാൻഡുകൾ അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്തു? എങ്ങനെ ഹോർലിക്സ് ഉണ്ടായി? എങ്ങനെ ബൂസ്റ്റ് ഉണ്ടായി? ഈ പറയുന്ന എല്ലാ ഇതും പിന്നെ പിയേഴ്സും ഡോബും ലെക്സും ഇതൊക്കെ എങ്ങനെയുണ്ടായി? അതേമാതിരി തന്നെ ഈ പറയുന്ന ഒരുപാട് ബ്രാൻഡുകൾ അതിനുണ്ടല്ലോ. ആ ബ്രാൻഡുകൾ 1000-ലേറെ ബ്രാൻഡുകൾ അവർ വിൽക്കുന്നു. ആ ബ്രാൻഡ് ഉണ്ടായത് എങ്ങനെ? അതിന്റെ വഴിയെ പോയിട്ട് നിങ്ങളറിയോ, ഇപ്പതാ നമ്മുടെ ഒരു അച്ചായൻ തെക്കുഭാഗത്തുള്ള ആള് ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു എണ്ണയുണ്ടാക്കി. അതിന് വല്ലാണ്ട് ബ്രാൻഡ് ചെയ്തു. ആ ബ്രാൻഡ് ചെയ്തതിന് ആർക്കെന്നെ വിറ്റു? ഇത് ആരുടെ കയ്യിലപ്പോ? യൂണിലിവറിന്റെ കയ്യില്. ഇപ്പൊ നിങ്ങൾ ഇന്ദുലേഖന്റെ എന്തെങ്കിലും ഒരു പരസ്യങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയും. പഴയ പോലെ ബോർഡ് കാണുന്നുണ്ടോ? അപ്പൊ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? യൂണിലിവർ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? അതിനെ കൊല്ലാൻ. ഇന്ദുലേഖനെ കൊല്ലാൻ. എണ്ണ ഉണ്ടാക്കി, കുറച്ച് കോടികളൊക്കെ ഇറക്കി, ബ്രാൻഡാക്കി, അതിന്റെ ക്വാളിറ്റി എന്ന് മറ്റെന്തൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതിനങ്ങോട്ട് ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ച് യൂണിലിവറിനാണ്ട് വിറ്റ്. എത്ര പൈസയാണ് ഇറക്കിയത്? ചുരുങ്ങിയത് അതിന്റെ ഒരു 10-40 ഇരട്ടിക്കാണ്ട് വിറ്റ്. കാരണം യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം 150 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പൈസയാണ്. എന്തിനാ എടുത്തത്? അതിനാണ് BOBT എന്ന് പറയാം. BOBT, ബിൽഡ്, ഓപ്പറേറ്റ്, ബ്രാൻഡിങ് ആൻഡ് ട്രാൻസ്ഫർ. ഒരു സാധനത്തിന് ബ്രാൻഡ് ചെയ്ത് വെക്കുക. ആ ബ്രാൻഡിങ് നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടടന്നോ, ഇല്ലെങ്കിൽ പാതിയെങ്കിലും വിറ്റോ. 51% നിങ്ങൾ കയ്യിലാക്കി 40 മിക്കവാറും കമ്പനിയെ സമ്മതിക്കൂല. 51% അവർ വാങ്ങിക്കും. പക്ഷെ ഒരുപാട് പൈസ ഏഞ്ചൽ ഫണ്ട് എന്ന് അതിന് പറയാം. ആ ഫണ്ട് തന്നിട്ട് അതിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇത്തരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിക്ക്. പല ആൾക്കാർക്ക് ഇത് അറിയാം. അങ്ങനെ ബ്രാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകും. അതിൽ ക്രിസ്ത്യൻ സൊസൈറ്റിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഒരു സാധനത്തെ ടോപ്പാക്കി ബ്രാൻഡാക്കി ഒരു ഉഷാറായിട്ടാണ് വിറ്റിട്ട് പെരുകിക്കാണ്ട് പോകും. നമ്മളാണെങ്കിലോ എന്നതിന്റെ പല്ലിപ്പ് തുടങ്ങിയതാണ്, ഈ ബ്രാൻഡ് അങ്ങനെ തുടങ്ങിയതാണ്, ഇങ്ങനെ തുടങ്ങി. ആ ബ്രാൻഡ് വിറ്റിട്ട് അടുത്ത ബ്രാൻഡ് തുടങ്ങണം. നിങ്ങൾക്ക് ഇമോഷണൽ ബ്രാൻഡ് ആണെങ്കിൽ പകുതിയോടെ നിർത്തിക്കോ. എന്നാലും സാമ്പത്തിക ഫ്രീഡത്തിലേക്ക് നമ്മൾ കടക്കണം. ഇതിനെല്ലാം ഭാര്യ, മക്കള് എല്ലാവരും സമ്പൂർണമായും സപ്പോർട്ടായി നിന്ന് കൊടുക്കണം. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു. അതുകൊണ്ട് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് നമ്മൾ ചെയ്യണം. അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞോട്ടെ, ദയവ് ചെയ്തിട്ട് വാല്യൂ ഇല്ലാത്ത ഒരു ബിസിനസ് നമ്മൾ ചെയ്യരുത്. ഒരാളെ വഞ്ചിച്ച് ചതിച്ച് പറ്റിച്ച് ഒരിക്കലും നമ്മൾ എന്താക്കരുത്? പൈസ ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ പാനൂരിൽ തന്നെ, ഞാനിവിടെ വിവാദം ഉണ്ടാക്കല്ല, അപ്പുറത്തൊരു ഷോപ്പുണ്ട്, ഇപ്പുറത്ത് അതേപോലത്തെ ഷോപ്പ് പോയിട്ട് തുടങ്ങല്ലേ. അവസാനം നിങ്ങൾക്കും കച്ചവടം ഉണ്ടാവില്ല, മൂപ്പർക്കും കച്ചവടം ഉണ്ടാവില്ല. പാനൂരല്ല, പൂനൂര്. ആണ്ടുകൊണ്ട് മാറുന്നതാണ്ട. പാനൂര് കണ്ണൂര് ഭാഗത്ത പൂനൂര്. നിങ്ങൾ പൂനൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ പൂനൂരില് നിങ്ങൾ ഒരാൾ തുടങ്ങിയത് വിജയിച്ചു എന്ന് കണ്ടിട്ട് അതിന്റെ അപ്പുറത്ത് പോയിട്ട് തുടങ്ങല്ലേ. കാരണം അത് വല്ലാത്ത കോമ്പറ്റീഷൻ ഉണ്ട്, വെറുപ്പുണ്ടാക്കും. ചെയ്യരുത്. നിങ്ങൾ ചെയ്താലും വേണ്ടില്ല, ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. പ്രവാചകന്റെ കാലത്തൊരു സംഭവം പറയാൻ നമുക്ക് അറിയുന്നൊരു കഥ പറയാം.
ഒരു സഹാബി എന്ന സന്തത സഹചാരി എന്നിട്ടൊരു കച്ചവടം തുടങ്ങി. എല്ലാവരും അങ്ങോട്ട് പോക്ക് തുടങ്ങി. അപ്പൊ അപ്പുറത്തൊരു ജൂതന്റെ കച്ചവടമുണ്ട്, അയാൾക്കും അതേ കച്ചവടം തന്നെയാണ്. ആ കച്ചവട സ്ഥലത്തേക്ക് ആളുകൾ പോവാതെ, കാരണം അവിടെ കുറച്ച് വില കൂടുതൽ എന്തൊക്കെയാണ്. ഏകദേശം അസർ നമ്മളെ ഭാഷയിൽ പറഞ്ഞ 4-4:30 മണിയായപ്പോൾ ഇദ്ദേഹം ക്ലോസ് ചെയ്തു. എന്നിട്ട് അവിടെ കൂടിയിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാരോട് എന്താ പറഞ്ഞെന്നറിയോ? ഇനി നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചോളൂ എന്നാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ഭാഗമാണ്, നിങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കടയിൽ തന്നെ വാങ്ങണം, ഞങ്ങൾ നിങ്ങളാ കുറച്ചും കൂടി സത്യസന്ധൻ, നിങ്ങൾ തന്നേക്കെന്ന് പറഞ്ഞപ്പോ ഈ സഹാബി പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തിനും ഭാര്യയുണ്ട്, അദ്ദേഹത്തിനും മക്കളുണ്ട്, അവരുടെ മക്കളും കാത്തിരിക്കുന്നു, അവർക്കും ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ഇനി അവിടെ പോയി വാങ്ങിക്കൂ എന്ന് പറഞ്ഞവരാണ് പ്രവാചക തിരുമേനി സന്തത സഹചാരികളെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ പൂനൂര് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരാൾ ഒരു കച്ചവടം തുടങ്ങിയെടുത്ത് കൊണ്ടുപോയിട്ട് അയാൾക്കല്ലാതെ നിങ്ങൾക്കല്ലാതെ കച്ചവടമാക്കി മാറ്റല്ലേ. പകരം അയാളെയും പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. സിമന്റുകാർ കൂടുതൽ ചെയ്യാറുണ്ട്, ക്ഷമിക്കണം കേട്ടോ. സിമന്റുകാർ ഇങ്ങോട്ട് വാങ്ങിക്കും, എന്നിട്ട് 50 പൈസ കുറച്ചിട്ടാണ്ട് കൊടുക്കും. തൽക്കാലം അന്നത്തെ പൈസക്ക് വേണ്ടിയിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യല്. ഈ ദയവായിട്ട് ഇതൊക്കെ നിർത്തണം. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള പൈസ ഉണ്ടല്ലോ, ഒരാളുടെ നെഞ്ചിൽ നെരിപ്പോട് ചാർത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് ഉറപ്പിച്ചോളൂ, നമ്മുടെ മക്കൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നാണ് എല്ലാ മതങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളെ ചതിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഒരാളുടെ മക്കളും ഉയരങ്ങളിലേക്ക് എത്തില്ല. തലമുറകളായിട്ട് വഴിതെറ്റിപ്പോകും നമ്മൾ കാണേണ്ടി വരും. ഇന്ന് നിങ്ങൾ ശുദ്ധവാന്മാരാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കള് നാട്ടിലേറ്റവും വെറുക്കപ്പെടുന്ന ആളുകളായി മാറുന്നത് നിങ്ങൾ കാണേണ്ടി വരും. കാരണം ഇത് ചതിയിലൂടെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഈ പൂനൂര് എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ വ്യാപാരികളും വ്യവസായികളും അതിമനോഹരമായി ഒന്നായി നിൽക്കണം, ഒരേപോലെ ഫാമിലി ആയിട്ട് ഉണ്ടാകണം. മനസ്സ് കുത്ത് എന്ന് പറയുന്നൊരു സാധനം വരരുത്. ഇനി നിങ്ങൾക്ക് ആ കച്ചവടത്തിൽ വിജയല്ലേ, നിങ്ങൾ മൾട്ടി ലെവലിൽ വേറൊന്ന് ആലോചിച്ചോളൂ. ചെറിയ ഫണ്ട് ഇട്ടിട്ട് എങ്ങനെ വേറൊന്ന് തുടങ്ങാമെന്ന് നോക്കിക്കോളൂ. വ്യത്യസ്ത സ്ഥലത്ത് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തായ്ലൻഡിലോ മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ പോയിട്ട് 5 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് കയറ്റാൻ പറ്റുന്നില്ലെങ്കിൽ പാലറ്റെങ്കിലും കയറ്റാലോ. എന്റെ കുറെ വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരൊന്നിച്ചു പോകും. ഒരു കണ്ടെയ്നർ 12 പാലറ്റിനാണ് ഒരു കണ്ടെയ്നർ എന്ന് പറയാ. 12 ആൾക്കാർ 12 പാലറ്റും കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഓൺലൈനിലൊക്കെ ഇട്ടിട്ട് കച്ചവടം ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നമ്മൾ കച്ചവടത്തിന്റെ രീതിശാസ്ത്രം മാറ്റാം. ഒരിക്കലും ഒരാളെ എടങ്ങേറാക്കുന്ന ബിസിനസ്സിലേക്ക് നമ്മൾ പോകരുത്. അയാളെടുത്ത് അതിന് 35 പൈസ ആണെങ്കിൽ ഞാൻ 30 തരാ, ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് ഇയാളെയും കൂടി കൊളാക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ ഇനി അടുത്ത കൊല്ലങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഞാനിത് എപ്പോഴും പറഞ്ഞു. ദയവ് ചെയ്തിട്ട് ആ പണി നമ്മൾ ചെയ്യണം. അപ്പോഴൊക്കെയും ഈ ജൂതന്റെ ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. ജൂതന്റെ കടയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ ഈ പാവം മനുഷ്യന്റെ കഥ നിങ്ങൾ ആലോചിക്കണം. അയാളുടെ ഭാര്യയും ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ആൾസോ വെയിറ്റിംഗ് ഫോർ ഹിം. അയാളുടെ ഭാര്യയും മക്കളും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുക. അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഏത് ജാതിയാകട്ടെ ഏത് മതാകട്ടെ. രണ്ടാമതായിട്ട് നിങ്ങൾ എന്നും ഈ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. എന്നും ഈ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. കാരണം വലതും ഇടതും നടുക്കുള്ളതൊക്കെ പൊളിറ്റിക്സ് ഉണ്ടാവും. എല്ലാ രാഷ്ട്രീയക്കാർക്കും അഭിവാദ്യങ്ങൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒരു രാഷ്ട്രീയത്തിലും ഞാൻ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ്. ഇന്ന് വരെ എടുത്തിട്ട് ഒഴിവാക്കിയതൊന്നല്ല. ചില രാഷ്ട്രീയത്തോടൊക്കെ ചാരി നിൽക്കുന്നുണ്ടാകാം. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര അഭിശക്തനായ ഒരു രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് രാഷ്ട്രീയം ഏതായാലും മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. രാഷ്ട്രീയക്കാർ പിച്ചിക്കീറുന്ന രാഷ്ട്രീയത്തിന്റെ അധോഗതിയിലേക്ക് നമ്മളാരും പോകരുത്. അതല്ല വ്യാപാരി വ്യവസായ ഏകോപന സമിതി. എന്നും കുട്ടേട്ടനും ഉസ്മാനും അതേപോലെ തന്നെ ജോസഫും ഒന്നിച്ചു നിന്ന ചരിത്രം മാത്രമേ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കുള്ളൂ. ഏത് രാഷ്ട്രീയക്കാർ പിച്ചിക്കീറാൻ വേണ്ടി ശ്രമിച്ചാലും അതിലേക്ക് ഞങ്ങളില്ലെന്ന് പറയാൻ ഓരോ വ്യാപാരി വ്യവസായിയുടെ മെമ്പർമാർക്കും സാധിക്കണം. ഒരു രാഷ്ട്രീയക്കാരൻ അത് പിച്ചിക്കീറാൻ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാവും. ചിലപ്പോൾ BJP ആയിരിക്കാം, ചിലപ്പോൾ ലീഗ് ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, മാർക്സിസ്റ്റ് ആയിരിക്കാം, എന്തോ ആകട്ടെ. അതൊന്നുമല്ല ഇവിടെ ചർച്ച. അവനവർക്ക് അവനവൻ്റെതായ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊരിക്കലും മനുഷ്യ സൗഹാർദ്ദത്തിനെ പിച്ചി ചീന്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. മറ്റൊന്ന്, നമ്മുടെ മക്കളെ PG കഴിയാതെ നിങ്ങൾ പഠനം നിർത്തരുത്. അത് നിങ്ങൾ സ്റ്റാർട്ട് കണ്ടാൽ മതി. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, PG കഴിയാതെ എൻ്റെ മക്കൾ ഒരാളും എന്താക്കരുത്, പഠിത്തം നിർത്തരുത്. പിന്നെ മൂത്ത 2 മക്കൾ മാഷാ അല്ലാഹ് ലണ്ടനിൽ പഠിക്കാം. അവിടെ PG UG ഒക്കെ ആയിട്ട് ചെയ്യാം. അതേമാതിരി മറ്റുള്ള മക്കളും പഠിക്കാൻ. എൻ്റെ ചെറിയ മോൻ അത് അവിടെ ഇരിക്കുന്ന 2ാമത്തെ, അവർ 8ാം ക്ലാസ്സിലാണ്.
അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PG കഴിയാതെ നിർത്തരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് PG വരെയെങ്കിലും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക. വീട്ടിലേക്ക് വരുമ്പോ സൗഹാർദ്ദത്തിന്റെ ഭൂമിക തീർക്കുക, പരസ്പരം നല്ല സന്ദേശം കൈമാറുക. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമാണ്. എന്താണെന്നറിയോ? ശ്രദ്ധിക്കണേ, ഭർത്താക്കന്മാരോടാണ് ഈ പറഞ്ഞത്. നമ്മളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് ലവ്, കെയർ, പ്രൊട്ടക്ഷൻ. എന്തൊക്കെയാണ്? ലവ്, കെയർ, പ്രൊട്ടക്ഷൻ. ഇത് മൂന്നാണ്. ലവ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ എന്നും കടയൊക്കെ പോവാൻ ചാവിയാണ്ട് കൊടുക്കുമ്പോൾ ഉമ്മയിപ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ടല്ലോ. ഒറ്റക്കൊരു വീട്ടിലാണെങ്കിൽ ചാവിയാണ്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തിട്ടൊരു ചുംബനം കൊടുത്തിട്ട് വിടുക. അതൊരു ഭയങ്കര എനർജിയാണ്. അങ്ങനെ ചെയ്തവർ ഈ പൂനൂര് എത്ര ആളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സാധു ഇങ്ങനെ കച്ചവടത്തിൽ പോയിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ ഒരു സ്നേഹം അതിങ്ങനെ കാണണം. തിരിച്ചു വരുമ്പോ, കച്ചവടം നിർത്തിയിട്ട് തിരിച്ചു വരുമ്പോ എന്നെങ്കിലും അല്ല, ഇടക്കൊക്കെ മക്കൾക്ക് മിഠായി കൊണ്ടുവരുന്ന കൂട്ടത്തില് ഭാര്യയ്ക്ക് സ്പെഷ്യലായിട്ട് ഒരു ചോക്ലേറ്റ് കൊടുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. UK നമ്മളെ കോളേജിലേക്ക് 2-3 ആൾക്കാർ വന്നു. ഒരു വയസ്സായ ആളുണ്ട്. അയാൾ പറഞ്ഞു, അവരുടെ ഭാര്യമാരപ്പുറത്ത് ഇതിലുണ്ട് ഹോട്ടലിൽ. എന്നോട് പറഞ്ഞു, ഇവിടെ ചോക്ലേറ്റ് ഇട്ടുക. നേരം വെളുത്ത് കോട്ടക്കലും പോകാൻ ചോക്ലേറ്റ് തിരഞ്ഞിടാം. 9 മണി അത് കട തുറക്കൂലല്ലോ. അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടി. ഞാൻ ചോദിച്ചു, ഇത് എന്തിനാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ എൻ്റെ രാവിലെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചോക്ലേറ്റ് കൊടുന്ന് കൊടുക്കാറുണ്ട്. അതൊന്നും മുടക്കാൻ പറ്റില്ല. നമ്മൾ സായിപ്പന്മാരെ കുറ്റം പറയും. അപ്പോൾ നമ്മളെ ഇത് എവിടെയെങ്കിലും പോയി വരുമോ, ബിസിനസ്സുകാരാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ആർക്ക്? എന്താ പറയാത്തത്? ആർക്ക്? ഭാര്യയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അത് നിർബന്ധമാണ്. ഇനി വിവാദം പറയല്ല, നിങ്ങളെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ട 3 ആൾക്കാരുണ്ട്. നിങ്ങൾ ഇനി ചിലപ്പോൾ എന്നെ വിളിച്ചില്ല എന്ന് വരും, എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ട 3 ആൾക്കാരുണ്ട്. ഞാൻ 4 ആൾക്കാരെന്നാ പറയാ, കാരണം അവർ പണങ്ങും. ഒന്നാമത്തെ ആള് നമ്മളെ പിതാവാണ്. ആരാണ്? പിതാവ്. നമ്മളൊന്ന് കൊടുത്തു നോക്കി. 1% നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് അതിൻ്റെ 1% നമ്മളെ വാപ്പക്ക് അല്ലെങ്കിൽ അച്ഛനൊന്ന് 1%, കുറെ ഒന്നും ഞാൻ പറഞ്ഞു. ആ സാധു ഇങ്ങനെ കാട്ടി ജീവിക്കേണ്ട ആളല്ല. മോനെ ഒരു 10,000 ഉറുപ്പ്യരോ മോനെ ഒരു 5,000 ഉറുപ്പ്യ തരുമോന്ന് ഒരു യാചകനെ പോലെ നമ്മുടെ പിതാവിനെ ആക്കല്ലേ. ഒരു യാചകനെ പോലെ. ഞാൻ ഇത്ര സങ്കടത്തോടു കൂടി പറയുന്നത്, എൻ്റെ പിതാവ് മരിച്ചിട്ട് ഇന്നത്തെ ദിവസത്തായപ്പോൾ 1 മാസമായിട്ടുള്ളൂ. ഒരു യാചകനെ പോലെ നമ്മുടെ പിതാവിനെ ആക്കല്ലേ. പകരം നമ്മുടെ ബിസിനസ്സിൽ 1% ഒന്ന് കൊടുക്ക്. എന്നിട്ട് എല്ലാ മാസവും ഉശിരോടെ കാത്തിരിക്കട്ടെ, എനിക്ക് എൻ്റെ മകൻ്റെ ബിസിനസ് എന്ന് വരാനുള്ള സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ ഇന്ന ലാഭം ഉണ്ടെന്ന്. കാരണം നമ്മളെ ഇത്ര വളർത്തി വലുതാക്കി ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ചത് നമ്മുടെ പിതാവ്. പിന്നെ ഒരിക്കലും അവർ വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ കച്ചവടം നിങ്ങൾ തുടങ്ങിയതിൽ ഇനി എക്സ്പാൻഷൻ നടത്തുന്നുവെങ്കിൽ, പുതിയ ഒരു കച്ചവടം നിങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കേണ്ടത് ആരെ കൊണ്ടാണെന്നറിയോ? മാതാവിനെ കൊണ്ട്. അമ്മ അല്ലെങ്കിൽ ഉമ്മ, നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ആളെ കൊണ്ടേ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. ആ പാവം സ്ത്രീക്ക് 1% ഇട്ട് കൊടുത്തു. ഒരു മാസത്തിൽ ഒരു 5,000 ഉറുപ്പ്യെങ്കിലും ഉമ്മാക്ക് പോട്ടെ. ഉമ്മ ഒരിക്കലും ഇങ്ങനെ കൈയിട്ടുന്ന ആളാവരുത്, ഇങ്ങനെ വാങ്ങിക്കുന്ന ആളാവും. അത് കഴിഞ്ഞാൽ അതാണ് കൂടുതൽ വിവാദമാവുക. എന്നാലും പറയാം, എന്തെന്ന് വെച്ചാല് നമ്മളെ കണ്ടിട്ട് ഇറങ്ങി വന്ന ഈ പാവം ഭാര്യമാരുണ്ടല്ലോ, അവർക്ക് 1% പാർട്ട്ണർഷിപ്പ് കൊടുക്കും. അവകാശം ചോദിച്ചിട്ടും അധികാരം പറഞ്ഞിട്ട് നിങ്ങൾ വരരുത്. ജസ്റ്റ് ഒരു പേയ്മെന്റ്. ഈ 3 ആളുകളെ നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു ഞാൻ പറയും, ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഉറപ്പായിട്ടും നോക്കിക്കോ, നമ്മുടെ പിതാവിന്റെ പ്രാർത്ഥനയിലും കണ്ണുനീരിലും ഈ ഷോപ്പ് ഉണ്ടാകുമെന്നും, നമ്മുടെ ഉമ്മയുടെ നിസ്കാരപ്പായുടെ പ്രാർത്ഥനത്തിലും നമ്മുടെ അമ്മയുടെ അമ്പലത്തിലെ പ്രാർത്ഥനകളിലുമൊക്കെ ഈ ഷോപ്പ് ഉണ്ടാകുമെന്നും, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ചായ കാച്ചുമ്പോ ചൂടാകുന്ന കൈകളിലെ പ്രാർത്ഥനകളിലൊക്കെയും ആ പാപത്തിന്റെ നിറക്കണ്ണുകൾ ഉണ്ടാകും നമ്മുടെ ബിസിനസിന്റെ വിജയത്തിന് വേണ്ടി. നമ്മൾ ആരിത് ചെയ്യലില്ല. നമ്മൾ ഇവർക്കൊക്കെ പൈസ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ നീ എന്റെ ഭാഗമാണടി മോളെ എന്ന് നമ്മൾ പറയാറില്ല. അത് നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ. പാവങ്ങളാണ് ഇവര്. ഇതുവരേക്കും അവരോട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ,
അമ്മിയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. അമ്മിയിലെ വിറകായി എരിയുന്നത് അല്ലെങ്കിൽ അരയുന്നത് തീർച്ചയായും അവളാണ്. അമ്മിയിൽ അരയുന്നത് അവളാണ്. അടുപ്പിൽ ഊതി ഊതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങൾ അവരെ വിമർശിക്കല്ലേ. അടുപ്പിലെ വിറകായി എരിയുന്നത് അവളാണ്. ഇരുട്ടത്ത് തിരി വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. ചിതയിൽ അഗ്നി പോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കത്തിയാളുന്നത് പാവം അവളാണ്. അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോ അവൾക്കുള്ള ലാഭങ്ങളെല്ലാം കണക്കൂട്ടി മക്കൾ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരട്ടെ. നിങ്ങളെ പ്രതീക്ഷിച്ച് ഇറങ്ങി വന്ന പാവം മനുഷ്യ സ്ത്രീയാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ചെയ്യേണ്ട 97% ലാഭങ്ങൾ എടുത്തോളിൻ. 1% ബാപ്പക്ക്, 1% ഉമ്മക്ക്, 1% ഭാര്യക്ക്. കാരണം ഭാര്യക്ക് അവളെ അനിയത്തിക്ക് കൊടുക്കാണ്ടാവും, ഏട്ടത്തിക്ക് കൊടുക്കാണ്ടാവും, അവളെ കുടുംബത്തിൽ ഉമ്മാക്ക് കൊടുക്കാണ്ടാവും. അവള് നല്ല യശസ്സോട് പോയിട്ട് ഇതൊക്കെ ഒന്ന് കൊടുക്കട്ടെ. ആരുടെ പൈസ കൊണ്ട്? നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും കൈക്കോട്ട് പോലെ എങ്ങണ്ട് മാന്തണ്ടതേ ആളുകൾ പറയാറുള്ളൂ. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറയാണ്, കുറച്ച് അങ്ങോട്ട് കൊടുക്കുന്നൊരവസ്ഥയുണ്ടാകണം. ആ കൂട്ടത്തിൽ നമ്മുടെ കൂടെ എന്നും നിലനിന്ന നമ്മുടെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ 2-3 ആൾക്കാരുണ്ടാവുക. ആ സ്റ്റാഫുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 1% മാറ്റിവെച്ചോ. അവര് നിങ്ങളുടെ ചങ്കാണ്. 4 പേരുണ്ടോ? ആ 4 പേരുണ്ടെങ്കിൽ 4ാമതായി നിങ്ങൾ കൊടുക്കേണ്ടത് അവർക്കാണ്. കാരണം അവരാണ് നിങ്ങളെ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് സ്റ്റാഫുകളെ നിങ്ങൾ മറക്കല്ലേ. എല്ലാ സാധാരണ സ്റ്റാഫുകൾക്കൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സ്വന്തം ചങ്കായി നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് നിങ്ങൾ കൊടുത്തോ. ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊടുത്താലും പോകല് ചിലപ്പോൾ 5% ആയിരിക്കും. ആ 5% 50%, 500% ദൈവം തമ്പുരാൻ നമുക്ക് തരും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇനി സ്നേഹം മാത്രം ഉണ്ടാകട്ടെ. പാരസ്പര്യത്തിന്റെ ഒരു ലോകം. എപ്പോഴും ഈ വിശന്നിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിട്ട് ബിസിനസിന്റെ ടെൻഷനും പേറിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരും നമ്മുടെ പ്രിയപ്പെട്ട ഈ കച്ചവടക്കാരുണ്ടല്ലോ, അവർ കയറി വരുമ്പോ ജസ്റ്റ് ഒന്ന് കൈ കൊടുക്ക്, എന്തെങ്കിലും കയ്യിലിടുന്ന് വാങ്ങിയേക്ക്, എന്താ ക്ഷീണിച്ചോ എന്നൊരു ചോദ്യം ചോദിക്ക്, എന്നിട്ട് എന്താ നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്നൊന്ന് ചോദിക്ക്. അങ്ങനെ ആ സാധനം ഒന്ന് സമാധാനപ്പെടുത്ത്. മക്കളുണ്ടല്ലോ, മക്കള് വാപ്പ കയറി വരുമ്പോ കൈക്ക് ഇങ്ങനെ നോക്കല്ലേ എന്താന്ന് ഇപ്പൊ കൊടുന്നത് എന്നുള്ളത്. കൈക്ക് നോക്കുന്നതിന് പകരം ആ മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്ക്, അയാളെ ഒന്ന് സന്തോഷിപ്പിക്ക്. അത് മക്കൾ ചെയ്യേണ്ട ഒരു പണിയാണ്. വരുമ്പോൾ ഒന്ന് സല്യൂട്ട് ചെയ്യ്. മക്കളെ, നിങ്ങൾ ഒരിക്കലും മൊബൈലും പിടിച്ചോണ്ട് അവിടെ നിൽക്കല്ലേ. വാപ്പ വരുന്ന വണ്ടിയുടെ, അച്ഛൻ വരുന്ന വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഓടി വരുന്ന മക്കളുണ്ടല്ലോ, ഞാനൊരു ഇതുണ്ടായിട്ട് പറയല്ല, ഇതായിരിക്കുന്ന എന്റെ മോന് എന്ന് കാർ ഇറങ്ങി വരുമ്പോഴും എന്റെ അരികിലേക്ക് ഓടി വരും. അവൻ എല്ലാ മൊബൈലും മാറ്റിവെച്ചുകൊണ്ട് ആ സ്നേഹത്തോടെ അവൻ എന്നും എന്റെ അരികിലേക്ക് ഓടി വരാറുണ്ട്. അതായിരിക്കണം മക്കൾ. ഞാൻ എന്റെ മക്കളെ കുറിച്ച് പറയല്ല, എന്നാലും നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ അതായിരിക്കണം. പിതാവിന്റെ കാറിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് എല്ലാ മൊബൈലും ഓഫ് ചെയ്തുകൊണ്ട് കാർ പോർച്ചിലേക്ക് ഓടിയെത്തുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. ആ സ്നേഹവലയത്തിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനകളിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകണം. മുസ്ലിം പ്രാർത്ഥനകളുണ്ട്, ഹൈന്ദവ പ്രാർത്ഥനകൾ എന്തുമാകട്ടെ. ഓം സഹനാവതു സഹനഭിനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി എന്ന് ഹൈന്ദവർക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥനകൾ ചടുലമായി നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കൂ. വർഗീയത ലവലേശം പോലും നിങ്ങളിലേക്ക് കടന്നു വരില്ല. കാരണം പ്രാർത്ഥിക്കുന്നത് മുഴുവനും നമ്മൾ സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ എന്നാണ്. എല്ലാ നിസ്കാരത്തിന് ശേഷവും അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. മദ്രസയിൽ പഠിച്ച എല്ലാവർക്കും ഈ പ്രാർത്ഥന അറിയാം. അത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടാകട്ടെ. അങ്ങനെ സ്പിരിച്വലി നമ്മുടെ കുടുംബം ടോപ്പാകണം. സമൂഹത്തിന് നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കണം. സ്റ്റാഫുകൾക്ക് നന്മ ചെയ്യുന്ന ആളായിരിക്കണം. കുടുംബത്തിൽ സന്തോഷവാനായ ആളായിരിക്കണം. ബിസിനസ്സിൽ ടോപ്പ് ലെവൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കണം. എല്ലാറ്റിലും മുഴുകിക്കഴിയുന്ന ഒരുവന്റെ പേരാണ് സത്യത്തിൽ പച്ചയായ മനുഷ്യനെന്ന്. അവൻ ബിസിനസ്സിൽ ടോപ്പായ പോലെ കുടുംബത്തിൽ അവൻ ഹീറോ ആയിരിക്കണം. കുടുംബത്തിൽ ഹീറോ ആയ പോലെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്ന ആളായിരിക്കണം. അതേപോലെ തന്നെ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. അവൻ എന്തിലൊക്കെ ഫിറ്റായി, അവൻ അവന്റെ കരിയറിൽ ഫിറ്റ്, അവന്റെ ഫാമിലിയിൽ ഫിറ്റ്, അവന്റെ സ്പിരിച്വാലിറ്റിയിൽ ഫിറ്റ്.
അവൻ സൊസൈറ്റിയിൽ ഫിറ്റ്, എല്ലാറ്റിലും ഫിറ്റായ അൽ ഇൻസാനുൽ കാമിൽ, ദ കംപ്ലീറ്റ് മാൻ, ദ പെർഫെക്റ്റ് മാൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ ഈ പൂനൂരിലെ ആളുകൾ മാറുമെന്ന പ്രത്യാശയോടെ ഓരോരുത്തരും എഴുന്നേറ്റിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഖ്യാപിച്ചാട്ടെ, ഞങ്ങൾ അങ്ങനെ തയ്യാറാണ് എന്ന അർത്ഥത്തിൽ. ജസ്റ്റ് എന്നാണ്ട് എഴുന്നേറ്റ് കുറെ നേരമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് സ്പിരിച്വലി നമ്മൾ ടോപ്പായിരിക്കും. ആത്മീയപരമായി ഏറ്റവും മുമ്പിൽ നമ്മൾ ഉണ്ടാകും. ആർ റെഡി? യേസ് എന്നൊന്ന് പറഞ്ഞാട്ടെ. ആർ റെഡി? എന്താ സ്പിരിച്വാലിറ്റി? പ്രാർത്ഥനകൾ, ദൈവത്തിലേക്കുള്ള അടുപ്പം, മനുഷ്യരോടുള്ള സ്നേഹം, എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ടുള്ള നടത്തം, വർഗീയതയില്ലാത്ത ജീവിതം, അതാണ് സ്പിരിച്വാലിറ്റി. നമ്പർ 2, നമ്മുടെ പ്രൊഫഷനിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കരിയറിൽ നമ്മൾ ടോപ്പായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങളെ സ്ത്രീകള് ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നായിട്ട് സഹായിക്കും. എല്ലാ അർത്ഥത്തിലും ഒന്ന് കൈയർത്തിയിട്ടൊന്ന് പ്രഖ്യാപിച്ചാട്ടെ. ആർ റെഡി ഫോർ ദാറ്റ്? യെസ്, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ റെഡിയാണ്. മൂന്നാമത്തത്, സമൂഹം വേദനയോട് കൂടി കഴിയുമ്പോ വ്യാപാരി വ്യവസായിയുടെ മെമ്പർ എന്നുള്ള അർത്ഥത്തിൽ അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളിയാകും. ചൂരൽമല പോലെ ഇനിയും ഒരു പക്ഷേ മലകൾ ഇറങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവിടെ ആദ്യമായി ഓടിയെത്തി ആ പച്ചയായ മനുഷ്യരുടെ മുഴുവൻ കണ്ണുനീരൊപ്പാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒന്ന് യെസ് പറഞ്ഞാട്ടെ. ആർ റെഡി ഫോർ ദാറ്റ്? അതോടൊപ്പം ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് കുടുംബത്തിൽ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും നെഞ്ചിൽ ചേർത്ത് ഒരിക്കൽ പോലും അവരെ വേദനിപ്പിക്കാതെ ദുഃഖിപ്പിക്കാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ കുടുംബത്തിൽ 1-ാം സ്ഥാനത്താകാന്നുള്ളവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഒന്ന് ഉറക്കാണ്ട് കൈപ്പൊക്കിക്കോ. അപ്പോ കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീട്ടില് ബിരിയാണി അടിച്ചെടുക്കൽ മാത്രമല്ല, സമൂഹം നമ്മളെ കാത്തിരിക്കുന്നു, ദൈവം നമ്മളെ കാത്തിരിക്കുന്നു, അതോടൊപ്പം കുടുംബം നമ്മളെ കാത്തിരിക്കുന്നു, കച്ചവടത്തിലെ സ്റ്റാഫ് മെമ്പേഴ്സ് നമ്മളെ കാത്തിരിക്കുന്നു, കച്ചവടത്തിന് വേണ്ടി ലോകം നമ്മളെ കാത്തിരിക്കുന്നു. അങ്ങനെ ലോകത്തിൽ മുഴുവനും കച്ചവടം വ്യാപിപ്പിച്ച് കുടുംബത്തെ നെഞ്ചിൽ ചേർത്ത് മാനവരാശിക്ക് ഗുണങ്ങളെല്ലാം ചെയ്ത് അതോടൊപ്പം ദൈവത്തിന്റെ മുമ്പിൽ, ഏകചിത്രാധിപതിയുടെ മുമ്പിൽ ഏകം സതിപ്രാഹ ബഹുദാ വദന്തി, ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി, ഏകമായിട്ടുള്ളതിനെ പലതായി കണക്കാക്കുകയും ഏകമായിട്ടുള്ളതിനെ പലതായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഏകനായ തമ്പുരാനിലേക്ക് അതിശക്തമായി നമ്മൾ തിരിയുമെന്ന പ്രഖ്യാപനത്തോടെ ഏറ്റവും സുന്ദരമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇനിയും ഉയർന്നു പോകട്ടെ എന്ന അഭിമാനത്തോടെ, എന്ന ഏറ്റവും വലിയ യശസ്സോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.